الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون. واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم؟ بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാഴ്ചക്കാലമായി സൂറത്ത് യാസീൻ ഒരു ചെറിയ വിവരണം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം നടത്തി വരുന്നു. ഇന്നത്തോടുകൂടി അല്ലാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ ഈ പരിപാടി സൂറത്ത് യാസീനിന്റെ അവസാനം വരെ
ഓതി തീർത്തുകൊണ്ട് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്നും ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ലോകത്ത് പഠിപ്പിക്കുകയും അവിടുത്തേക്ക് സമാധാനം നൽകുകയും അതുപോലെ അവിടുത്തേക്ക് ശക്തി പകരുകയും അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം വ്യക്തമായി വിളിച്ചോതുകയും അവിടുന്ന് കൊണ്ടുവന്ന ആശയത്തിന്റെ പവിത്രത ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ആ ഖുർആനുമായി പറഞ്ഞയച്ച റബ്ബിന്റെ ഏകത്വത്വത്തിലേക്ക്, അവന്റെ അധികാരത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ പിടിച്ച് കൊണ്ടുപോവുകയും അവസാനം മരണമുണ്ട്, അതുപോലെ പടച്ച റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കലുണ്ട്, ചോദ്യമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇങ്ങനെ തുടങ്ങിയ അടിസ്ഥാനപരമായ വിഷയങ്ങളാണല്ലോ സൂറത്ത് യാസീനിൽ ഏറ്റവും പ്രധാനമായി പരാമർശിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട സൂറത്ത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചു, വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ഇന്നലെ നാം അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പാട്ടുകാരനാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞു കളഞ്ഞു. അവർ അങ്ങനെ മാറ്റി മാറ്റി പല ആരോപണങ്ങളും പറഞ്ഞിരുന്നു. അതിലൊരു ആരോപണമാണ് ഷാഇഖുൻ മജ്നൂൻ, മാനസിക അസ്വസ്ഥതയുള്ള ഒരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ ജിന്നുകൂടിയവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ലോകത്തുള്ള ഏത് ഗാനങ്ങളെയും മറികടക്കുന്ന ഏറ്റവും ശ്രവണമധുരമായ, എത്ര തന്നെ കേട്ടാലും മതിവരാത്ത, എത്ര അർത്ഥം പറഞ്ഞാലും തീരാത്ത, എത്ര തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും കേൾക്കണമെന്ന് തോന്നുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിലെ അർത്ഥവത്തായ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ അവര് പറഞ്ഞു മുഹമ്മദ് പാട്ടുകാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുകയാണ്, വമാ അല്ലംനാഹു അശ്ശിഅറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. പാട്ട് പാടുന്ന ചില ആളുകൾ ഉണ്ട്, അവർക്ക് പെട്ടെന്ന് പാടാൻ സാധിക്കും. അതൊരു പ്രത്യേകമായ ഒരു പ്രകൃതിപരമായി അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പാട്ട് പാടാനുള്ള ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടേ ഇല്ല. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു. അത് അവിടുത്തെ ഉന്നതമായ സ്ഥാനത്തോട് യോജിച്ച കാര്യവും അല്ല. അതുകൊണ്ടാണ് അത് കൊടുക്കാതിരുന്നത്. കാരണം അവിടുന്ന് എല്ലാ സാഹിത്യങ്ങളെക്കാളും, എല്ലാ ഗാനങ്ങളെക്കാളും, പദ്യങ്ങളെക്കാളും ഒക്കെ ഏറ്റവും മുന്തിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി ലോകത്തേക്ക് വരുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. അവിടുന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അത് വ്യക്തമായ ഖുർആനാണ്, അതോടുകൂടെ തന്നെ അത് ഉത്ബോധനമാണ്, അത് വലിയ ദിക്റാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ സ്ഥാനത്തോട് പാട്ട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാട്ട് പാടിക്കൊടുക്കാൻ ശിഷ്യന്മാരുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ട് പാടാറില്ല. അവിടുന്ന് ഗാനമുണ്ടാക്കുന്ന ആളല്ല. അതേസമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള പല സഹാബികളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്
ശത്രുക്കൾ ഗാനം പാടിയപ്പോൾ അവരെ നേരിടാൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും എന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് എന്റെ മദ്ഹ് പാടാൻ നിങ്ങൾ മിമ്പർ വെച്ച് കൊടുക്കണം, സ്റ്റേജ് ഒരുക്കി കൊടുക്കണം എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗാനങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയപ്പോൾ അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. കാരണം ലോകത്ത് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അസ്തഖ്ദിറുക ബിഖുദ്റതിക, അല്ലാഹുവേ നിന്റെ കഴിവ് കൊണ്ട് ഞാൻ കഴിവ് തേടുന്നു. കാരണം അന്ത തഖ്ദിറു വലാ അഖ്ദിറു, നീ കഴിവുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനല്ല. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് എന്താണ്? പടച്ചവനെ നീ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നീ ഹസ്സാനിനെ ശക്തിപ്പെടുത്തണേ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ഒരാളിലേക്കും ആവശ്യമില്ലെങ്കിലും അവൻ ചില മഹാത്മാക്കൾക്ക് പവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതിനാൽ ആ മഹാന്മാര് മുഖേന ആ മഹാന്മാരെ സൈന്യങ്ങളാക്കി നിശ്ചയിച്ച് അവര് മുഖേന അല്ലാഹു തആല സഹായം നൽകുന്നു. അക്കൂട്ടത്തിൽ ഒരു വലിയ മഹാത്മാവാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ വൽ മുദബ്ബിറാത്തി അംറാ, എല്ലാ വിഷയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹയാണല്ലോ. യുദബ്ബിറുൽ അംറ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് തന്നെ പറഞ്ഞു വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കുറെ മഹാത്മാക്കളുണ്ട്, അവരെ തന്നെയാണ് സത്യം. എന്താണ് ഇതിനർത്ഥം? അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട്, അല്ല കൊടുക്കുന്ന ശക്തി കൊണ്ട്, അല്ല നിമിത്തമായി വെച്ചതിനാൽ ഒരുപാട് മഹാന്മാർ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം, അല്ല കഴിവ് കൊടുക്കുന്നത് പ്രകാരം, അവന്റെ തീരുമാനപ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം ഇവിടെ നിയന്ത്രിക്കുന്നവരുണ്ട്. അതാണ് വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു. ആ അൽ അർവാഹുൽ മുഖദ്ദസ, പരിശുദ്ധാത്മാക്കളിൽ വലിയ പ്രമുഖനാണ് മലക്ക് ജബ്രായീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നീ ശക്തി കൊടുക്കണേ അല്ലാഹ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്റെ മദ്ഹ് പാടുന്ന ആളാണ്, എന്റെ മദ്ഹ് പറയുന്ന ആളാണ്. ആ ഹസ്സാൻ ഇബ്നു സാബിത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നീ ശക്തി കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ പഠിച്ചത് കൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ സനദിലുള്ള മഹാപണ്ഡിതന്മാർ, അതേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, അറിയാമല്ലോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. ഞാൻ മുമ്പിവിടെ സനദ് വായിച്ച് മറ്റൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. എന്റെ വന്യരായ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ്, ഉസ്താദിന്റെ ഗുരുവര്യരായ കീഴന ഉസ്താദ്,
അവിടുത്തെ ഗുരുവര്യനായ ശംസുൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, അവിടുത്തെ ഗുരുവര്യനായ കുഞ്ഞഹമ്മദ് ഹാജി, അവിടുത്തെ ഗുരുവര്യനായ വളപ്പിൽ ഉസ്താദ്, അങ്ങനെയുള്ള വലിയ മഹാന്മാർ അവരാണല്ലോ ബദർ മൗലിദ് എഴുതിയത്. ആ ബദർ മൗലിദിൽ നിങ്ങൾ കണ്ടില്ലേ, ബദരീങ്ങൾ കവലിലേകല്ലാ എന്ന് ബദർ മൗലിദിൽ പറഞ്ഞതിന്റെ ഒരു അർത്ഥം തന്നെ അതേ രൂപത്തിൽ ബദർ പാട്ടിലും കാണാം, ബദർ മാല പാട്ടിലും കാണാം. ഓ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദരീങ്ങളിൽ ഒരാളാണ്. അതുപോലെ തന്നെ സഹാബികളും പലരുമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബദരീങ്ങളിൽ ഒരു മെമ്പറാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അതിലുണ്ട്. അതുപോലെ പല മഹാത്മാക്കളുമുണ്ട്. ബദരീങ്ങൾ കാവലിലേകല്ലാ എന്ന് പറയുന്ന ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവ് മുഖേന നീ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കൊടുക്കൽ പലപ്പോഴും മഹാന്മാര് മുഖേനയാണ്. നമുക്ക് റൂഹ് തന്നു അല്ലാഹു തആല, മലക്കുകൾ മുഖേനയാണ്. നമ്മളെ റൂഹിനെ അല്ലാഹു തആല പിടിച്ചെടുക്കുന്നു, മലക്ക് മുഖേനയാണ്. നമുക്ക് അല്ലാഹു റിസ്ക് തരുന്നു, മലക്ക് മുഖേനയാണ്. വെള്ളം തരുന്നു, മലക്ക് മുഖേനയാണ്. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അല്ലാഹു തആല ഇവിടെ ചെയ്യുന്ന പലതും അവൻ ഉദ്ദേശിച്ച മഹാന്മാര് മുഖേനയാണ്. അങ്ങനെയാണെന്ന് വിശ്വസിക്കുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയത് വല്ലാത്ത അബദ്ധമായി പോയിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മദ്ഹ് ഗാനം പാടാൻ വേണ്ടി പ്രത്യേകം സഹാബികൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് പാട്ട് പാടുന്ന ആളല്ല. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗീ ലഹു. നല്ല പാട്ടുകൾ നല്ലതാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിനശ് ശിഅരി ലഹിക്മ, നല്ല പാട്ടുകളിൽ തത്വജ്ഞാനമുണ്ട്, നല്ല തത്വങ്ങൾ അടങ്ങിയ പദ്യങ്ങളുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഒരു പദ്യം ചൊല്ലിത്തരുമോ? അത് ലബീദിന്റെ പദ്യമാണെന്നാണ് എന്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അതാ ചൊല്ലിക്കൊടുത്തു. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. അങ്ങനെയും നമുക്ക് ബുഖാരിയിൽ കാണാം, അല്ലാഹയല്ലാത്തതൊന്നും ഉള്ളതിൽ പറയാനില്ല, അതൊക്കെയും ബാത്തിലാണ്, നിലനിൽക്കാത്തതാണ്. അല്ലാഹു മാത്രമാണ് നിലനിൽപ്പുള്ളവൻ. ഓ മുഅ്മിനീങ്ങളെ, അതാണ് ചില റാത്തീബിന്റെ ദിക്റുകളിൽ ലാ അന ഇല്ല അന്ത അല്ലെങ്കിൽ മാ അന ഇല്ല അന്ത ചില മഹാന്മാർ പറഞ്ഞതാണ്. ഞാൻ ഇല്ല, ഞാൻ ഇല്ല, അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ബുഖാരിയിലെ ഹദീസും അതാ പദ്യം പഠിപ്പിക്കുന്നത്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹയല്ലാത്തതൊക്കെയും അതാ പറയാനുള്ളതല്ല, അതുകൊണ്ട് ഉള്ളതിൽ പറയാനില്ല. കാരണം എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹല തസായിലു. ഇത് തന്നെയാണ് ചില മഹാന്മാർ ചില റാത്തീബുകളിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഉള്ളവൻ ഇല്ല, മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല എന്നാണ് അതിന്റെ സാരമെന്ന് ഉമർ ഖാദി റഹിമഹുല്ലാഹ് വിവരിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ, നമ്മൾ പറയാറില്ലേ, നാദാപുരം ടൗണിലൂടെ ഒരു ബസ് പോകുമ്പോ ആ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും രണ്ടാളുകളും മാത്രമേ ഉള്ളൂ.
ആ ബസ് പോകും ആളുകൾ, ആ ബസ്സിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആരുമില്ലാതെ ബസ് പോവും. അതിനർത്ഥം ഉള്ളതിൽ പറയാനില്ല എന്നാണ്. ഇതുപോലെ അല്ലാഹുവല്ലാതെ ഉള്ളവൻ ഇല്ല, കാരണം ഉള്ളതിൽ പറയാനില്ല. മറ്റുള്ളതൊക്കെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്, അവന്റേതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള തത്വജ്ഞാനമുള്ള പദ്യങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെയും കാണാം വലിയ മഅ്ജിസത്ത് മുഖേന വെള്ളമില്ലാതെ മുഴുവൻ ആളുകളും വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന്, നബിയേ വെള്ളമില്ല, ഹലക്നാ വഅത്സ്നാ, ദാഹിച്ച് വിശന്ന് മരിക്കാറാകുന്ന വിധത്തിലായിപ്പോയി നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയ ചില സന്ദർഭങ്ങൾ, അതിൽ ചിലപ്പോൾ അവിടുത്തെ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. മറ്റു ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽപോട്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് മഴ പെയ്യിപ്പിച്ചു കൊടുത്ത സന്ദർഭമുണ്ട്. ആ മഴ, ശക്തമായ മഴ, ആ മഴ പെയ്തപ്പോൾ അത് കണ്ട് അനുഭവിക്കുന്ന സഹാബത്തിനോട് ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാഴ്ചയോളം തുടരെ മഴ പെയ്തിട്ട് മഴ നിൽക്കാതെ വന്നപ്പോൾ ആ നബിയെ തന്നെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത് സഹായം തേടിയിട്ട് അവിടുന്ന് തന്നെ അതാ നേരത്തെ മഴയ്ക്ക് വേണ്ടി ചെയ്ത ഓർഡർ ക്യാൻസലാക്കി, ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മഴ വേണ്ട, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്നതാ അവിടുന്ന് പറഞ്ഞപ്പോൾ മഴക്കാറ് പെട്ടെന്ന് നീങ്ങിപ്പോയ ഹദീസുണ്ടല്ലോ ബുഖാരിയിൽ. ഓ മുഅ്മിനീങ്ങളെ, ആ സമയത്ത് അവിടുന്ന് ചോദിച്ചില്ലേ, ആർക്കെങ്കിലും ചൊല്ലിത്തരാൻ കഴിയുമോ? അബൂ താലിബിന്റെ പദ്യം മഹാനായ അലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തില്ലേ, വബിയസ്തസ്ഖൽ ഗമമു ബിവജിഹി തിമാലുൽ യതമ ഇസ്മത്തുൽ ലിൽറാമിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരുന്ന കാലത്ത് തന്നെ അബൂ താലിബിന് അറിയാം, ഇതൊരു സാധാരണ കുട്ടിയല്ല, ഒരു സാധാരണ പയ്യനല്ല, ഇതൊരു വല്ലാത്ത മഹാനാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ അബൂ താലിബ് ചൊല്ലിയതാണ് സൗന്ദര്യമുള്ള ശരീരം, ആ മഹത്തായ ശരീരം മുൻനിർത്തി പടച്ചവനോടതാ ശരീരത്തെ തവസ്സുലാക്കി ഇടയാളരാക്കി പ്രാർത്ഥിച്ചാൽ മഴ കിട്ടുന്നതാണ് ജനങ്ങളെ. മാത്രമല്ല സിമാലുൽ യതമ ഇസ്മത്തുൽ ലിൽറാമിലി, വിധവകൾക്കും അനാഥകൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന, കാവൽ നൽകുന്ന നേതാവാണ്. ഈ അർത്ഥം വരുന്ന പദ്യം അലി റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രസന്നമായില്ലേ? അപ്പൊ നല്ല നല്ല പദ്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം പറയുന്ന പദ്യങ്ങൾ, അല്ലാഹുവിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്ന പദ്യങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്ന പദ്യങ്ങൾ, മനുഷ്യനെ സൽസ്വഭാവത്തിലേക്ക് നയിക്കുന്ന പദ്യങ്ങൾ, ആ പദ്യത്തിനൊരു തകരാറുമില്ലെന്ന് മാത്രമല്ല അങ്ങനെ നല്ല ഹിക്മത്തുള്ള പദ്യങ്ങൾ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, പദ്യം ചൊല്ലുന്നവൻ ഏറ്റവും ശ്രദ്ധിക്കുക, അതേ പദ്യം ചൊല്ലുന്നവൻ ഏറ്റവും ശ്രദ്ധിക്കുക ആ പദ്യത്തിന്റെ വാചകത്തിലേക്കാണ്. അത് ആ വാചകം ക്ലിയറാകണം, അതിന്റെ പ്രാസവൊക്കണം. പ്രാസവൊപ്പിച്ച് പറയാനാണ് പദ്യക്കാരൻ ശ്രമിക്കുക. അങ്ങനെ പ്രാസവൊപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ആവശ്യമില്ലാത്ത വാചകങ്ങളും ചിലപ്പോൾ കൂട്ടിച്ചേർത്തേക്കും. എന്തിന്? പ്രാസം ഒപ്പിക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ, അവിടുന്ന് ശാരിയാണല്ലോ, അള്ളാന്റെ ദീന് പറയാൻ വന്ന വ്യക്തിയാണല്ലോ.
അതുകൊണ്ട് തന്നെ പ്രാസ്മപ്പിക്കാൻ വേണ്ടി അതാവശ്യമായ വാക്കുകൾ കൂട്ടിയും കുറച്ചും പറയുന്ന ഏർപ്പാടിലേക്ക് പോകുന്ന വ്യക്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അവിടുത്തെ നാവിലൂടെ വരുന്ന ഓരോ വാചകങ്ങളും വലിയ വലിയ അർത്ഥത്തിന് വേണ്ടി തന്നെയുള്ള വാചകങ്ങളാണ്. അതുകൊണ്ട് പ്രാസവപ്പിക്കുന്ന ഏർപ്പാടുകാരനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ പറഞ്ഞത് വമാല്ലംനഹു ശിഅറ വമാ യംബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. വ്യക്തമായി പഠിപ്പിക്കേണ്ട ആശയങ്ങളും ഉത്ബോധനങ്ങളുമാണ് പരിശുദ്ധ ഖുർആൻ. അവിടുന്ന് കേൾപ്പിക്കുന്ന വചനങ്ങൾ. ഓ സഹോദരന്മാരെ, തന്നെയാണ് നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ ചില അർത്ഥവത്തായ വാചകങ്ങൾ വന്നപ്പോൾ അതേ അവിടുന്ന് പ്രാസമൊപ്പിച്ച് പറഞ്ഞ വാക്കുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ് അനൻ നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ മുന്നിലിറങ്ങി ശത്രുക്കൾ വെട്ടാനും കുത്താനും വന്നപ്പോ പലരും ഭയപ്പെടുമ്പോൾ ധൈര്യത്തോടെ നിന്ന് നേതൃത്വം നൽകിയ നബിതങ്ങൾ അന നബിയു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ്. ഇങ്ങനെ പ്രാസമൊപ്പിച്ചു വന്ന ചില വാചകങ്ങൾ അവിടുത്തെ വാചകത്തിൽ വന്നിട്ടുണ്ട്. അത് പ്രാസം ഒപ്പിക്കാൻ പോയതല്ല, പറഞ്ഞ വാചകം ഒത്തു വന്നതാണ്. അതിന് വിരോധമില്ല. അതുകൊണ്ടൊരാൾ പാട്ടുകാരനാകുന്നില്ല. അത് വിശദമായി പണ്ഡിതന്മാർ അത്തരം വിഷയങ്ങളൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമുക്കിന്ന് യാസീൻ തീർക്കണമല്ലോ, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. ഇൻഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന വാചകങ്ങൾ ദിക്റാണ്, ഖുർആനാണ്. ആ ദിക്റും ഖുർആനും ആർക്കാണ് ഫലം ചെയ്യുന്നത്? രണ്ട് കൂട്ടരുണ്ട് ലോകത്ത്. ഒന്ന് മനസ്സ് നിർജീവമാകാത്ത, മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ആ കക്ഷികൾക്കാണത് ഫലം ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരെ പറ്റി ഖുർആൻ പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. ഇങ്ങനെ പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങൾ കൊണ്ടവർ ചിന്തിക്കൂല. അവർക്ക് കണ്ണുകളുണ്ട്, അവർ നോക്കേണ്ടത് നോക്കി മനസ്സിലാക്കൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കാതുകൊണ്ട് കേൾക്കേണ്ടത് അവർ കേൾക്കൂല, കേട്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കൂല. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. അവരെ മൃഗതുല്യരാണ്, ചിന്താശക്തിയില്ല. അറിയാമല്ലോ, മൃഗത്തിന് ചിന്താശക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടല്ലേ എല്ലാ ആളുകളുടെ കയ്യിലും ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്. പക്ഷെ ഒരൊറ്റ പോത്തിന്റെ കയ്യിലും മൊബൈൽ ഫോണില്ല. പണ്ട് നടക്കും പോലെ പോത്തിപ്പോഴും നടക്കുന്നു. ഇപ്പോൾ പലരും പല നല്ല നല്ല സ്ഥലത്ത് കയറി കിടക്കുന്നു. നമ്മുടെ പോത്തുകൾ ഇപ്പോഴും ചളിയിൽ തന്നെ കിടക്കുന്നു, അല്ലേ? ചിലപ്പോൾ ചില പോത്തുകൾ അതാ ചില വാഹനങ്ങളിൽ കയറി പോകുന്നത് കാണാം. അത് പോത്ത് വാഹനം ഉണ്ടാക്കിയതല്ല, പോത്ത് വാഹനം നിർമ്മിച്ചതല്ല, പോത്ത് വാഹനം ഡ്രൈവ് ചെയ്തതല്ല, പോത്തിനെ മനുഷ്യൻ പിടിച്ച് കയറ്റിയതാണ്. ആകയാൽ പോത്തിന് പുരോഗതിയില്ല, അതുപോലെ മൂരിക്ക് പുരോഗതിയില്ല, അതുപോലെ ആട്ടിന് പുരോഗതിയില്ല. എന്തേ കാരണം? ചിന്താശക്തിയില്ല, ബുദ്ധിശക്തിയില്ല. എന്നാൽ സുഹൃത്തേ, മനുഷ്യൻ അതാ ചിന്തിക്കാത്ത രൂപത്തിലായി പോയാൽ ആ മനുഷ്യരും ഉലൈക കൽ അൻആം, ആ
മനുഷ്യൻ കന്നുകാലികളെ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബൽഹും അളല്, അതിനേക്കാളും പിഴച്ചുപോയി. അറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്ത ഒട്ടകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്ത ഒട്ടകങ്ങളുണ്ട്. നബി തങ്ങളോട് സങ്കടം പറഞ്ഞ ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, അതുപോലെ മാനകളുണ്ട്, പല മൃഗങ്ങളുമുണ്ട്. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്ന കൂട്ടരില്ലേ? ഇരിക്കട്ടെ, അതുപോലെ പലരുമുണ്ട്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നബിതങ്ങളെ വെറും സാധാരണ മനുഷ്യനായി കാണുന്നവനും അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ പുച്ഛിച്ച് തള്ളുന്നവനും അങ്ങനെ പലരുമുണ്ടല്ലോ. ഉലൈക കല്ലനാമി ബൽഹും അളല്. അതേ ബുദ്ധിശക്തിയല്ലേ മനുഷ്യന്റെ വലിയ പവർ. അത് മനുഷ്യന്റെ മനസ്സിന് സജീവതയുള്ളവൻ, അവൻ ബുദ്ധിശക്തിയുള്ളവനാണ്. അവനാണ് നബിയെ തങ്ങളീ പരിശുദ്ധ ഖുർആൻ ഓതി താക്കീത് ചെയ്യുമ്പോ ഖുർആൻ കേട്ട് ഭയപ്പെട്ടും ഖുർആൻ കേട്ട് പാഠങ്ങൾ പഠിച്ചും നന്നാകുന്നത് ബുദ്ധിശക്തിയുള്ള ചിന്തശക്തിയുള്ള മനുഷ്യനാണ് കേട്ടോ. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഒരൽപ്പവും നന്ദിയില്ലാത്ത മനുഷ്യൻ, അവിശ്വാസത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ, വിശ്വസിക്കേണ്ടത് എന്ത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കാത്ത മനുഷ്യൻ, അവന്റെ മേൽ അതാ അല്ലാഹുവിന്റെ വചനം ബന്ധമായി പോയി, അവൻ അതിനർഹതപ്പെട്ടു പോയി. അതേല അംല അന്ന ജഹന്നം, നരകം നമ്മൾ നിറക്കുമല്ലോ. അല്ലാഹ് പറഞ്ഞതല്ലേ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ജിന്നുകളാലും മനുഷ്യരാലും ജഹന്നമിനെ നമ്മൾ നിറക്കുമെന്നല്ല പറഞ്ഞതല്ലേ? അതിനും വേണമല്ലോ ഒരു കൂട്ടര്. അതാണ് അല്ലാഹ് പറയുന്നു വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. നന്ദിയില്ലാത്ത ജനങ്ങൾ, വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാത്ത ജനങ്ങൾ, അവർക്ക് റബ്ബിന്റെ വചനം ബന്ധപ്പെട്ടു പോയി. ഓ സഹോദരന്മാരെ, ഇവിടെ മുസ്ലിമീങ്ങൾക്കാർക്കും ഈ ആയത്തിന് വരെ അലിമീങ്ങൾ പറഞ്ഞിട്ട് സംശയമില്ലല്ലോ. ചില ആളുകൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, മരിച്ച മയ്യിത്തിനടുക്കൽ ഖുർആൻ ഓതരുതെന്നാണ്. വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറയുകയാണ് ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാനാണ് ഖുർആൻ എന്ന് പറഞ്ഞില്ലേ? അവരർത്ഥം വെച്ചത് അങ്ങനെയാണ്. ഓ മനുഷ്യ, അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാൻ മാത്രം എന്നല്ല. മറിച്ച് നീ മനസ്സിലാക്കണം, മനസ്സ് സജീവമായ വ്യക്തികൾക്ക് താക്കീത് ഫലം ചെയ്യുന്നുവെന്നാണ്, അല്ലാത്തവർക്ക് ഫലം ചെയ്യുന്നില്ലെന്നാണ്. അത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മുസ്ലിമേ, ഇന്ന് വരെ ലോകത്ത് തർക്കമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിമീങ്ങൾ മയ്യിത്തും മുന്നിൽ വെച്ചിട്ട് ഈ മയ്യിത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന കരുത്തോടെ അല്ലാഹു അക്ബർ എന്ന് ദിക്റും ചൊല്ലി, ആ മയ്യിത്തിന്റെ പേരിൽ ദിക്റും ചൊല്ലി, ആ മയ്യിത്തിന്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി, വീണ്ടും അല്ലാഹു അക്ബർ എന്ന് മയ്യിത്തിന്റെ പേരിൽ ഒരു ദിക്ർ ചൊല്ലി, എന്നിട്ട് ആ മയ്യിത്തിന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തും ചൊല്ലി, എന്നിട്ട് സുഹൃത്തുക്കളെ വീണ്ടും മയ്യിത്തിന്റെ പേരിൽ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി, എന്നിട്ട് മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്നൊരു ദിക്ർ മയ്യിത്തിന്റെ പേരിൽ ചൊല്ലിയിട്ട് പിന്നെയും അതാ സലാം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് മുസ്ലിം ലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ നടന്നു വരുന്നില്ലേ? മയ്യിത്തും മുന്നിൽ വെച്ച് സൂറത്തുൽ
ഫാത്തിഹ എന്ന ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തോതിയിട്ട് സലാത്തും ചൊല്ലി ദുആ നടത്തുന്ന മയ്യിത്ത് നിസ്കാരം അത് ഖുർആനിനെതിരാണെന്നല്ലേ ഇപ്പറയുന്നവരുടെ കണ്ടുപിടുത്തം? പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുന്ന കക്ഷികളുടെ ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ ഈമാൻ നീ കാക്കണേ അല്ലാഹ്. റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മയ്യിത്ത് മുമ്പിൽ വെച്ച് ഖുർആൻ ഓതാൻ പാടില്ല എന്നാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അങ്ങനെ ഒരു മനുഷ്യൻ വാദിച്ചാൽ അവൻ ഇസ്ലാമിലെ മയ്യിത്ത് നിസ്കാരം ചോദ്യം ചെയ്തവനാണ്. മയ്യിത്ത് മുമ്പിൽ വെച്ചിട്ടല്ലേ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നത്? അത് മയ്യിത്തിന്റെ പേരിലാണെന്നതിന് സംശയമുണ്ടോ? നിയ്യത്ത് ചെയ്തത് തന്നെ മയ്യിത്തിന്റെ പേരിൽ തന്നെ. മയ്യിത്തിന്റെ പേരിൽ ദിക്ർ, മയ്യിത്തിന്റെ പേരിൽ ഫാത്തിഹ, മയ്യിത്തിന്റെ പേരിൽ ദുആ, മയ്യിത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അല്ലേ? അതല്ലേ മയ്യിത്ത് നിസ്കാരം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ അതിനുശേഷം നമ്മളെ പഠിപ്പിക്കുന്നു, അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യശ്കുറൂൻ. അതേ, ബുദ്ധിയില്ലാത്ത ജനങ്ങളെ കുറിച്ച്, കന്നുകാലികളെക്കാൾ അതപ്പതിച്ചു പോയവരെ കുറിച്ച് നേരത്തെ ഖുർആനൊന്ന് ചൂണ്ടിയല്ലോ. അതിനുശേഷം അല്ലാഹു തആല കന്നുകാലികളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊരു ശല്യവുമില്ല, അത് ലോകത്തൊരാളെ ഈമാനും കവരുന്നില്ല, ഒരു മനുഷ്യനെയും പഴപ്പിക്കുന്നില്ല, ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. കന്നുകാലികൾ വളരെ ഉപകാരമുള്ള ജീവികളാണ് കേട്ടോ. അതും പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കേട്ടോ. അതിലേക്കാണ് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ വിരൽ ചൂണ്ടുന്നത്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൻ ഫഹും ലഹാ മാലികൂൻ. അവർ കണ്ടില്ലേ? അന്നാ ഖലഖ്നാ ലഹും, അവർക്ക് നമ്മളതാ അവരുടെ നന്മയ്ക്ക് വേണ്ടി പടച്ചു കൊടുത്തിരിക്കുന്നു. മിമ്മാ അമിലത്ത് ഐദീനാ, ചിലർക്ക് ഖുർആനിലോ ഹദീസിലോ യദ് എന്ന വാക്ക് കണ്ടാൽ പടച്ചവന് കൈയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഏർപ്പാടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭീമാബദ്ധമാണ് മുസ്ലിമീങ്ങളെ. അതിനൊക്കെയും മഹാന്മാരായ പണ്ഡിതന്മാര് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ഖലഖ്തു ബിയദയ്യ എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ പറഞ്ഞത് ഐദീന എന്നാണ്, അവിടെ പറഞ്ഞത് യദയ്യ എന്നാണ്, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് യദുല്ലാഹി ഫൗഖ ഐദീഹിം എന്നാണ്. അവിടെയൊക്കെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്? ആ ഉദ്ദേശിക്കപ്പെട്ടതിന്റെ വ്യാഖ്യാനം പറയുന്ന പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വന്തം ഖുദ്റത്ത് കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം തീരുമാനപ്രകാരം അവൻ ഡയറക്റ്റ് പഠിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അതുപോലെ ഇവിടെ അല്ലാഹ് പറയാണ് മിമ്മാ അമിലത്ത് ഐദീനാ. നേരെ ആ വാക്കിന്റെ അർത്ഥം കരങ്ങൾ, കൈകൾ എന്നാണ്. അപ്പൊ പടച്ചവന് കുറെ കൈകളുണ്ടെന്ന് ഇതുകൊണ്ട് വാദിക്കാൻ പറ്റുമോ? വാദിച്ചാൽ അവന്റെ ഈമാൻ തെറ്റിപ്പോയി കേട്ടോ. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പണ്ഡിതന്മാര് വിവരിക്കുന്നു. അതേ, മിമ്മാ അമിലത്ത് ഐദീന, നമ്മളുടെ ശക്തി കൊണ്ട്, നമ്മൾ ഡയറക്റ്റായി തന്നെ എത്രയോ, ആരും അതിൽ കൂറുകൂടാതെ, ആരും പങ്കുചേരാതെ നമ്മൾ തന്നെ അതാ പ്രവർത്തിച്ചുണ്ടാക്കിയിരിക്കുന്നു, പടച്ചിരിക്കുന്നു. അൻആമൻ, കന്നുകാലികളെ, ഫഹും ലഹാ മാലികൂൻ, അവർക്കൊന്നും അതിലൊരു പങ്കുമില്ലല്ലോ. എന്നിട്ടോ കന്നുകാലികളെ പടച്ചിട്ട് ഇപ്പൊ ആരടാ കന്നുകാലി എന്ന് ചോദിക്കുമ്പോ അത് അവന്റെ കുട്ടനാണ്, ഇവന്റെ പോത്താണ്, ഇവന്റെ എരുമയാണ് എന്നതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് കിട്ടിയ രൂപത്തിൽ അവരതിന്റെ ഉടമസ്ഥന്മാരായി തീരുകയാണ്. അല്ലാഹ് പറയുന്നത്, ഓ ജനങ്ങളെ, നിങ്ങൾ കൊട്ടകത്തിനെ നിയന്ത്രിക്കാൻ കഴിയോ? പോത്തിനെ പിടിച്ചാ കിട്ടോ? നിങ്ങൾക്ക് സാധിക്കോ? എന്റെ വകയിൽ നിങ്ങൾക്ക് തന്ന അനുഗ്രഹമല്ലേ അത്. വദല്ലൽനാഹാ ലഹും ഫമിൻ
ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. അതിനെ നിങ്ങൾക്ക് നമ്മൾ പാകപ്പെടുത്തി തന്നിരിക്കുന്നു, അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ചോദിക്കട്ടെ, ഒരു ഒട്ടകത്തിന്റെ ആരോഗ്യം എത്രയാ? എന്നിട്ട് ആ ഒട്ടകം നിങ്ങളുടെ ചരക്കും വഹിച്ച് നിങ്ങളെയും വഹിച്ച് നിങ്ങൾ പറയും പോലെ മരുഭൂമിയിലൂടെ ആ ഒട്ടകം നീങ്ങുന്നില്ലേ? നിങ്ങൾക്ക് ഒട്ടകത്തെ പാകപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങളെക്കാൾ എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ശക്തിയുണ്ട് ആ മുനിക്കുട്ടന്, അതുപോലെ തന്നെ ആ വലിയ പശുവിന്, ആ പോത്തിന്, എരുമക്ക്, അതൊക്കെ എന്നിട്ടും നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നിരിക്കുന്നു. വദല്ലൽനാഹലഹും, അവർക്ക് നമ്മളത് പാകപ്പെടുത്തി കൊടുത്തിരിക്കുന്നു നബിയേ. ഫമിൻഹാ റകൂബുഹും, അതിൽപ്പെട്ടതാണ് അവരെ വാഹനങ്ങൾ, ഒട്ടകങ്ങളും കാളകളുമൊക്കെ വാഹനമായി ഉപയോഗിക്കുന്നില്ലേ? വമിൻഹാ യഅ്കുലൂൻ, അതിൽ നിന്ന് അവർ തിന്നുകയും ചെയ്യുന്നു. അതേ, ആടുകളെ അറുത്ത് തിന്നുന്നു, ഒട്ടകങ്ങളെ അറുത്ത് തിന്നുന്നു, കാളകളെ അറുത്ത് തിന്നുന്നു. പിന്നെയും റബ്ബ് പറയുന്നു, വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യസ്കുറൂൻ. ആ കന്നുകാലികളിൽ അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ലോ. അതേ, അതിന്റെ ആട്ടിന്റെ രോമം ഉപയോഗിക്കുന്നില്ലേ? പലതിന്റെയും തോല് ഉപയോഗിക്കുന്നില്ലേ? എല്ല് ഉപയോഗിക്കുന്നില്ലേ? മാംസം ഉപയോഗിക്കുന്നില്ലേ? വമശാരിബ്, അത്തരം ജീവികളിൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള പാലുമില്ലേ? കുടിക്കാനും ആ കന്നുകാലികളിൽ നിങ്ങൾക്ക് വകുപ്പ് വെച്ചിട്ടില്ലേ? അഫലാ യസ്കുറൂൻ, ഇതൊക്കെയും അവർക്ക് കൊടുത്തിട്ട് അവര് നന്ദി ചെയ്യുന്നില്ലേ? എന്റെ ഏകത്വം അംഗീകരിച്ച്, ഞാൻ പറഞ്ഞേറ്റ എന്റെ ഹബീബിന്റെ മഹത്വം അംഗീകരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ അവർ തയ്യാറാകുന്നില്ലേ? അവര് നന്ദി കാണിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ വീണ്ടും ചിന്തയെ തട്ടി ഉണർത്തി അല്ലാഹുവിലേക്ക് മനസ്സിനെ വിളിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അതിന് തന്നെയല്ലേ നമ്മുടെ വഅലിന്റെ സദസ്സുകൾ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. പടച്ച റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലല്ലേ വഅല്, മനുഷ്യരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കലല്ലേ ദഅവത്ത്. അല്ലാതെ പ്രബോധനം ദഅവത്ത് എന്ന് പറഞ്ഞാൽ കുറെ മുൻഗാമികളെ ചീത്ത പറയലാണോ? കുറെ മഹാന്മാരെ ഇകഴ്ത്തലാണോ? സ്വന്തം ബാപ്പയെയും ഉമ്മയെയും നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കലാണോ? അല്ലെങ്കിൽ അതാ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയലാണോ? അല്ലല്ലോ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സാലിഹാ, അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, എന്നിട്ടോ ഞാനൊരു വലിയവനാണെന്ന് പറയുന്നില്ല. എന്റെ രാജാവായ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ട അടിമയാണ് ഞാനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതല്ലേ സുഹൃത്തുക്കളെ ദീനിന്റെ ദഅവത്ത് നടത്തുന്നവർക്കുള്ള ബഹുമാനം. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കി പറയുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കൂ. അല്ലാഹുവിന്റെ അപാരമായ കഴിവ് ഈ ജീവികളെ പറ്റി പറഞ്ഞാൽ അത് തന്നെ വലിയ അത്ഭുതമാണ്, അല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇവിടെ അതാ ഒരു 3 കാല് നിൽക്കുന്നു. ആ 3 കാലും ഇങ്ങനെ കവച്ചു വെച്ചിരിക്കുകയാണ്. എന്നാ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു മൈക്ക് സെറ്റ് വെച്ചിരിക്കുന്നു. അതിന്റെ ചോടേ ഭാഗം വട്ടത്തിലാണ്. എന്തെന്നാലല്ലേ ഇതവിടെ നിൽക്കൂ. ഞാൻ പറയട്ടെ, മേൽഭാഗത്ത് വളരെ തടിച്ചൊരു സാധനം, എന്നിട്ട് അതിനൊരു മെലിഞ്ഞ കാല് കൊടുത്താൽ അത് നിൽക്കുമോ? എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ, ഒട്ടകത്തിലേക്ക് നോക്കൂ, കാളയിലേക്ക് നോക്കൂ, പശുവിലേക്ക് നോക്കൂ. എത്ര വെയിറ്റുള്ളൊരു ബോഡിയാണത്. എന്നിട്ടോ മെലിഞ്ഞ കാലിന്റെ മേലെ അത് നടക്കുമ്പോ മറിഞ്ഞു വീഴുന്നില്ല, ഓടുമ്പോൾ ഒന്നും പറ്റുന്നില്ല. അതിന്റെ ശരീരം തന്നെ അത്ഭുതകരമായ സൃഷ്ടിപ്പല്ലേ? ഇനിയും നിങ്ങളൊന്ന് നോക്കൂ, ആ മൃഗം, അതിൽ നിന്ന് നമുക്ക് പാല് കിട്ടുന്നുവെന്ന് പറഞ്ഞു അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമിയെ കുറിച്ച്. ആ ഭൂമിയിൽ ഒരേ വളം, ഒരേ വെള്ളം,
ഒരേ മണ്ണ്, അതിൽ നിന്നതാ പല നിലക്കുള്ള സസ്യങ്ങൾ. അതേ ഒരു സ്ഥലത്ത് മുളക്, അതിനപ്പുറത്ത് പുളി, അതിനപ്പുറത്തതാ കരിമ്പ്, അതിനപ്പുറത്തതാ പുളിക്കുന്നത്, മതിർക്കുന്നത്, ചവർക്കുന്നത്, കഴിക്കുന്നത് ഒക്കെ ഭൂമിയിൽ തന്നെയല്ലേ പടച്ചറബ് വ്യത്യസ്തമായ വിധത്തിൽ ഭൂമിയിൽ പടച്ചു വെച്ചത്. എന്നിട്ടോ അതിൽ നിന്നതാ തിന്നുന്നു കന്നുകാലികൾ, അതിൽ നിന്നതാ തിന്നുന്നു മനുഷ്യർ. അത് തിന്നപ്പോൾ ആ വസ്തു എന്തായി മാറി? പോഷകങ്ങളായി മാറിയിട്ട് അതിലൂടെ അതാ മാംസവും എല്ലും സെല്ലും വളരുന്നു. അതിങ്ങനെ വളർന്നു വന്നപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ, അതിലൂടെ രക്തമുണ്ടായില്ലേ? ആ രക്തം ഇങ്ങനെ കഥാ പശുവിന്റെയും എരുമയുടെയും അതുപോലെ ഒട്ടകത്തിന്റെയും ഒക്കെ ശരീരത്തിലേക്ക് വന്നപ്പോ അതാ നമുക്ക് കാണാൻ കഴിഞ്ഞു. നേരത്തെ പച്ചപ്പുല്ലുകളായിരുന്ന സാധനങ്ങൾ, ആ പച്ചപ്പുല്ലുകളായിരുന്ന സാധനങ്ങൾ അവകൾ തിന്നപ്പോൾ അറിയാമല്ലോ, നേരത്തെ കളിമണ്ണിൽ നിന്നത് വളർന്നു. അങ്ങനെ അത് പച്ചപ്പുല്ലുകളും അതുപോലെ സസ്യങ്ങളുമായി മാറി. ആ വസ്തുക്കൾ തിന്നപ്പോൾ അത് രക്തമായി മാറി. ആ രക്തം ഈ ശരീരത്തിലെത്തിയതിന് ശേഷം അല്ലാഹു തആല പിന്നെയും അതിനെ തരമാറ്റുകയാണ്. അങ്ങനെ അതാ രക്തത്തിന്റെ ഭാഗത്തിലൂടെ തന്നെ പാലുൽപാദിപ്പിക്കപ്പെടുന്നു. ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. അല്ലാഹ് സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കന്നുകാലികളിൽ വലിയ പാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, അതിന്റെ വയറുകളിൽ ഉള്ളതിൽ നിന്ന് നിങ്ങളെ നമ്മൾ കുടിപ്പിക്കുന്നു, നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു വയറ്റിൽ നിന്ന്. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ, ഒരു ഭാഗത്ത് രക്തമാണ്, മറ്റൊരു ഭാഗത്ത് അതാ വലിയ വലിയ ചാണകത്തിന്റെ നജസിന്റെ മാലിന്യത്തിന്റെ പണ്ടമാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നജസും കാട്ടവും, ഒരു ഭാഗത്ത് അതാ രക്തവും. അതിന്റെ ഇടക്ക് കൂടി നിങ്ങൾക്ക് നമ്മളങ്ങ് തരുന്നു പാല്. അതേ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. കുടിക്കുമ്പോൾ തൊണ്ടയിൽ കിട്ടാത്തൊരു സാധനം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന വല്ലാത്ത ഔഷധ വീര്യമുള്ള, വല്ലാത്ത പോഷകങ്ങൾ അടങ്ങിയ അത്ഭുതകരമായ പാല് നിങ്ങൾക്ക് തന്ന സ്ഥലം നിങ്ങളൊന്ന് നോക്കൂ. അവിടെ നിങ്ങളൊന്ന് കത്തിയെടുത്ത് മുറിച്ചു നോക്കിയാൽ ചോരയല്ലേ ഒലിക്കുന്നത്, അതിനിപ്പുറം നോക്കിയാൽ കാട്ടമല്ലേ കാണുന്നത്. അതേ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ വളർത്തി, പുല്ല് പുഷ്പങ്ങൾ വളർത്തി, അത് കഴിച്ചിട്ടുള്ള വസ്തുക്കൾക്ക് അതിലൂടെ അതാ രക്തം കൊടുത്തു. ആ രക്തം തരം മറിച്ചു, അതേ പാലിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി. ഇനി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കൂ, ആ പാല് കൊണ്ടുപോയിട്ട് മനുഷ്യനതാ ആ പാലിൽ നിന്നതാ തൈരെടുക്കുന്നു, ഒരെടുക്കുന്നു, എണ്ണയെടുക്കുന്നു, അതിൽ നിന്ന് പാൽക്കട്ടി ഉണ്ടാക്കുന്നു. പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. അങ്ങനെയൊക്കെയും നിങ്ങളെ മുന്നിൽ ഉണ്ടായിട്ട് പിന്നെയും എന്നെ പടച്ച റബ്ബിന് എന്റെ ശരീരം ഖബറിന്ന് നശിച്ചാൽ വീണ്ടും അല്ലാഹു തആല എന്നെ പിന്നെയും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇതൊക്കെയും കണ്ടിട്ട് ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യനെ പോലെ ലോകത്ത് ഭാഗ്യമില്ലാത്തവനാരാണ്? ഓ സുഹൃത്തുക്കളെ, എത്രയെത്ര അത്ഭുതങ്ങളാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കാൻ അല്ലാഹു വെച്ചിട്ടുള്ളത്. സൂറത്ത് യാസീനിലൂടെ അല്ലാഹു അതിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇനി വിരൽ ചൂണ്ടുന്നു എന്നോട് പഠിച്ചവന് വിരലുണ്ട് എന്ന് പേരോട് പറഞ്ഞെന്ന് പറയണ്ട, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അതൊരു പ്രയോഗമാണ്. ഏതുപോലെ കാലത്തിന്റെ കുളമ്പടി ശബ്ദം എന്ന് പറയും. അപ്പൊ കാലത്തിന്റെ ഒരു കുളമ്പുണ്ട് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, അത് ഭാഷ അറിയാത്ത തകരാറാണ്. ഓ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരോരോ വിഷയങ്ങളും ചൂണ്ടുകയാണ്. നമ്മളെ ചിന്ത വികസിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഓരോ വിഷയങ്ങളും അല്ലാഹു തആല കാണിച്ചു തരികയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇതൊക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം കണ്ടിട്ടും പഠിക്കാതെ അബൂജഹലും ഉത്ബത്തും ശൈബത്തും തുടങ്ങിയ മക്കാ മുശ്രിക്കുകൾ ചെയ്ത പണി എന്താണെന്നറിയോ? അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്പിയാക്കളെ വിളിച്ചതല്ല കേട്ടോ അവരെ കുഴപ്പം, ഔലിയാക്കളെ വിളിച്ചതല്ല കേട്ടോ അവരെ കുഴപ്പം. അവരെ കുഴപ്പം എന്താണെന്നാണ് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് യാസീൻ പറയുന്നത്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായത്തിന് അവർ മലക്കുകളെയോ സഹായത്തിന് വേണ്ടി അവർ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ അല്ലാഹ് നിശ്ചയിച്ചു എന്നത് അംഗീകരിച്ചതല്ല കേട്ടോ അവരെ കുഴപ്പം. അത് അല്ലാഹുവിന്റെ സൈന്യങ്ങളല്ലേ, അത് അംഗീകരിക്കുന്നതിന് എവിടെയാ കുഴപ്പം? പിന്നെ അവർക്ക് പറ്റിയ കുഴപ്പം എന്താണ്? അല്ലാഹ് വ്യക്തമായി പറയുന്നു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ. മക്കയിലെ മുശ്രിക്കുകളും മറ്റ് മുശ്രിക്കുകളും ഒക്കെ അവരതാ പടച്ചവനെ കൂടാതെ ദൈവങ്ങളെ ആക്കിയിരിക്കുന്നു. എന്തിനാ ദൈവം അല്ലാഹയല്ലാത്ത ദൈവമുണ്ടെന്നവർ വിശ്വസിച്ചത്? എന്തിനാ ദൈവമുണ്ടെന്നവർ വാദിച്ചത്? അല്ലാഹയല്ലാത്ത ദൈവമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിന്റെ പേരിൽ അവർ അത് പറയുന്നവരെ ആക്രമിച്ചത്? ലഅല്ലഹും യുൻസറൂൻ. അവരുടെ ധാരണ പടച്ചവനല്ലാത്ത അല്ലാഹയല്ലാത്ത ദൈവങ്ങൾ അവരെ സഹായിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. അങ്ങനെ അല്ലാഹയല്ലാത്ത ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിക്കും, അതുകൊണ്ട് പടച്ചവന് ആരാധിക്കേണ്ടതില്ല, പടച്ചവൻ പറഞ്ഞേച്ച മുഹമ്മദ് നബി അംഗീകരിക്കേണ്ടതില്ല എന്ന വിശ്വാസത്തിലേക്ക് അവരങ്ങ് ചെന്നെത്തി. അങ്ങനെ കുറെ ദൈവങ്ങളെ അവരങ്ങ് സ്ഥാപിച്ചു. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. എന്നാൽ ആ ദൈവങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയോ? നിങ്ങളോടൊക്കെ ഞാൻ ഇന്നലെ സഹായം തേടിയിട്ടുണ്ട്, മിനിഞ്ഞാന്ന് സഹായം തേടിയിട്ടുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സഹായം വാങ്ങാൻ ആ ബക്കറ്റ് പിടിച്ചിട്ട് അയാൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആരും ദൈവമാണെന്ന നിലക്കല്ല നിങ്ങളോട് സഹായം തേടുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. പടച്ചവൻ നിങ്ങൾക്ക് തന്ന കഴിവിൽ നിന്ന് തരണമെന്ന നിലക്കാണ് സഹായം ചോദിക്കുന്നത്. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാവരും അല്ലാഹ് തന്നതിൽ നിന്ന് സഹായിക്കണം. അല്ലാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. അങ്ങനെ ഖുർആനിലില്ല, ഹദീസിലില്ല. ഒരു നബിയും ഒരു റസൂലും ഒരു വലിയും ഒരു മഹാനും ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇനിസ്തൻസിറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ. നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകണമെന്നാണ്. ഇതാരെയും മാറ്റിവെച്ചിട്ടില്ല. സഹായം ചോദിക്കുന്നതിന് കുഴപ്പവുമില്ല. പക്ഷേ ദൈവമാണെന്ന നിലക്ക് സഹായം ചോദിക്കാൻ പാടില്ല, ദൈവപുത്രനാണെന്ന നിലക്ക് സഹായം ചോദിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നല്ല സഹായം നൽകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സിറാജുൽ ഹുദയുടെ ഒരു മാസത്തെ ചെലവിന് 30 ലക്ഷം ഉറുപ്പിയോളം ചെലവിന് വേണം. ഇപ്പൊ ഞാൻ വരുന്നതിന് കുറച്ച് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാൾ 25,000 ഉറുപ്പിക നേർച്ച തന്ന് ഏൽപ്പിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം നിനക്കറിയാം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെയും അതുപോലെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിനക്കറിയാം, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. അങ്ങനെ ആളുകൾ നേർച്ച തരുന്ന സംഖ്യകൾ. ഇവിടെ വന്നപ്പോൾ ഒരാൾ, നമ്മുടെ സൂപ്പി ഹാജി, 4 പവനോളം ഉള്ള സ്വർണം എന്നെ ഏൽപ്പിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ നമ്മുടെ തൂക്കുന്നിലെ സൂപ്പി ഹാജി, അതുപോലെ അദ്ദേഹം കാര്യമായ വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, നിനക്കതറിയാം, നീ തന്നെ അത് കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും നല്ല സഹായം ചെയ്യണം. ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ പടച്ച റബ്ബിന് നന്ദി കാണിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കിയിട്ട് അവിടുത്തെ കൊല്ലാൻ ശ്രമിച്ചു. അവിടുന്ന് അതാ നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി കഴുത്തിലിട്ടു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് പറഞ്ഞതിന്റെ പേരിൽ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ വലിയ കുന്തങ്ങൾ പിണ്ട് കുത്തിയിട്ടവർ കൊന്നുകളഞ്ഞു. എന്തേ കാരണം? അല്ലാഹയല്ലാതെ ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ചതല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ സ്റ്റേജിൽ വെച്ച് നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പോൾ ചൊല്ലി. അങ്ങനെ അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മുഅ്മിനീങ്ങൾ അവരെ ആരും മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയാൽ, ഓ ചെറുപ്പക്കാരാ, പടച്ചവന്റെ മുമ്പിൽ നിന്റെ പ്രതിപക്ഷത്തുണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക് ഇന്ന് വരെയുള്ള ഔലിയാക്കളും സാലിഹീകളും ആരിഫീകളും ഔലിയാക്കളും പണ്ഡിതന്മാരും ഇമാമികളുമാണ് കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിവരക്കേടിലും നീ പെട്ടുപോകല്ലേ. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ലാ യസ്തതിഊന നസ്റഹും മക്കയിലെ മുശ്രിക്കുകൾ, അതുപോലുള്ള മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ വേറെ ദൈവങ്ങളെ സഹായത്തിന് വേണ്ടി സ്ഥാപിച്ചു. അല്ലാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സ്ഥാപിച്ചു. അവരെ പറ്റി അല്ലാഹ് പറയാണ്, ലാ യസ്തതിഊന നസ്റഹും ഒരിക്കലും തന്നെ ആ ദൈവങ്ങൾ മുഖേന ഒരു സഹായത്തിനും അവർക്ക് സാധ്യമല്ല. അറിയാമല്ലോ, കാരണം ലോകത്ത് ഏത് കാര്യം നടക്കണമെങ്കിലും ശേഷം പറയാൻ പോകുന്നുണ്ട്, ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആല ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല, സംശയമില്ല. അതേ, അവൻ ഫഅാലുൽ ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നതിനെ ഉണ്ടാക്കുന്നവനാണ്, ചെയ്യുന്നവനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല. എത്രത്തോളം വമാ തശഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കാത്തത് ഒരാൾക്കും ഉദ്ദേശിക്കാൻ തന്നെ സാധ്യമല്ല. എന്റെ കൈവിരൽ ഞാൻ പൊക്കണമെങ്കിൽ എന്റെ കൈവിരൽ പൊക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കണ്ടേ? അത് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹു തആല അത് ഉദ്ദേശിക്കണം. അപ്പോഴേ എന്റെ കൈവിരൽ പൊക്കാൻ എനിക്ക് കഴിയൂ, അപ്പോഴേ ഞാനത് ഉദ്ദേശിക്കൂ. ഉദ്ദേശിക്കുമ്പോഴേ പൊക്കാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലാഹ് എനിക്കതിന് കഴിവ് തരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹ് ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും ഉദ്ദേശിക്കുക പോലുമില്ല. പിന്നെ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അവന്റെ തീരുമാനമല്ലേ, അഥവാ അവന്റെ പ്രഖ്യാപനമല്ലേ, അവന്റെ ഓർഡറല്ലേ. ആ ഓർഡർ പ്രകാരം അല്ലാഹ്ക്ക് മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രവാചകന്മാർ വന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞതിന്റെ പേരിൽ അവരെ കൊള്ള കുതിര കയറിയ അബൂജഹലും ഉത്ബത്തും ഫിറൗനും നമ്രൂദും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ദൈവങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്നാണെങ്കിൽ അവർക്ക് താക്കീതല്ലേ ഖുർആൻ പറയുന്ന, അവരെ സഹായിക്കാൻ കഴിയൂല. കാരണം സഹായിക്കണമെങ്കിൽ തന്നെ സഹായിക്കണമെന്ന് ആദ്യം അത് ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹ് ഉദ്ദേശിക്കണ്ടേ, അല്ലാഹ് കഴിവ് കൊടുക്കണ്ടേ. അങ്ങനെ അല്ലാഹ് ഉദ്ദേശിക്കാതെ, അല്ലാഹ് കഴിവ് കൊടുക്കാതെ ഇവിടെ ആർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ? ഒന്നിനും കഴിയില്ല. അതല്ലേ ആയത്തുൽ കുർസിയിലും അല്ലാഹ് പറഞ്ഞത്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ പടച്ചവന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുന്നവൻ ആരടാ? എന്തേ അല്ലാഹ് അങ്ങനെ പറയാൻ കാരണം? അതേ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു, പടച്ച
പടച്ചവനോട് ആജ്ഞാസ്വരത്തിൽ, പടച്ചവനോട് കൽപ്പനാസ്വരത്തിൽ കൊടുക്കണം ഞങ്ങൾ ആരാധിച്ചവർക്ക് നീ എന്ന് ആ ദൈവങ്ങൾ പറഞ്ഞാൽ പടച്ചവൻ കൊടുക്കേണ്ടി വരുമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. ഒരിക്കലും തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് പങ്കുണ്ട് പടച്ചവന്റെ അധികാരത്തിൽ എന്ന് വിശ്വസിക്കുന്നവർ, അവർക്കല്ലേ മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹുവിന്റെ അധികാരത്തിൽ പങ്കുണ്ടെന്ന്, ഏതോ ഒരു വിഷയത്തിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ അതാ വിശ്വസിക്കുന്നു ഞങ്ങളെ ദൈവങ്ങൾ പടച്ച റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമെന്ന് അല്ലാഹ് പറയുന്നു. അങ്ങനെ അല്ലാഹുവോട് കൽപ്പിച്ചിട്ട്, അല്ലാഹുവോട് ആജ്ഞാപിച്ചിട്ട് അല്ലാഹ് കൽപ്പന സ്വീകരിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു റെക്കമെൻഡുകാരനും ഇല്ലേ ഇല്ല. പടച്ചവൻ അവന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനുമില്ല. റെക്കമെൻഡ് ചെയ്യുന്ന അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, മലക്കുകളുണ്ട്, മഹാന്മാരുണ്ട്. അവരൊന്നും പടച്ചവനോട് കൽപ്പിക്കുന്നവരല്ല, താടുകേണ് അപേക്ഷിക്കുന്നവരാണ്. ആ അപേക്ഷ നടത്താൻ അല്ലാഹ് തന്നെ അവരോട് പറഞ്ഞതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ പറഞ്ഞില്ലേ, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനില്ല ഉള്ള സ്ത്രീകൾക്കും നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ. അങ്ങനെ അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അല്ലാഹ് കഴിവ് കൊടുക്കുന്നതിനാൽ റെക്കമെൻഡ് ചെയ്യുന്ന മഹാന്മാരുണ്ടെന്നല്ലാതെ ഒരിക്കലും തന്നെ പടച്ചവനെ കൽപ്പിച്ചിട്ട് അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരു റെക്കമെൻഡുകാരനും ഇല്ലേ ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. പടച്ചവന്റെ ഉത്തരവില്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നവൻ ആരടാ? അങ്ങനെ ഒരൊറ്റ സൃഷ്ടിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിച്ച ആശയം മുസ്ലിമീങ്ങളെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അങ്ങനെയാണ്. അവർക്ക് ഈ ദൈവങ്ങൾ സഹായിക്കുമെന്നാണ്. അല്ലാഹ് പറയുന്നത് ലാ യസ്തതിഊന നസ്റഹും. അവരെ സഹായിക്കാൻ അവർക്ക് കഴിയൂല, സഹായം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഓ ജനങ്ങളെ, വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. തിരിച്ചാ സംഭവമുള്ളത് ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അവരതാ മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും മരം കൊണ്ടുമൊക്കെ ചില ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നു. ആ പ്രതിഷ്ഠിച്ച് വെച്ച ദൈവങ്ങൾക്ക് അതിന്റെ മേലെ എന്തെങ്കിലും വന്ന് വീണാൽ അതിനെ തെളിക്കണമെങ്കിൽ അവരുടെ ഈ ദൈവങ്ങളെ പൂജിക്കുന്ന മനുഷ്യൻ പോയിട്ട് തൊട്ടുകൊടുക്കണം, അവൻ പുരട്ടിക്കൊടുക്കണം, അവൻ തടകിക്കൊടുക്കണം, അവൻ തുടച്ചു കൊടുക്കണം. അതിനൊന്ന് നീങ്ങണമെങ്കിൽ അവൻ പോയിട്ട് നീക്കിക്കൊടുക്കണം. അങ്ങനെ ഈ ദൈവങ്ങളായി പ്രതിഷ്ഠിച്ചു വെച്ച വസ്തുക്കൾ അവകളെ ഇവരങ്ങോട്ട് സഹായിക്കുകയെന്നല്ലാതെ ആ വിഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ വാസ്തവത്തിലുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതേ വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഈ ആരാധന നടത്തുന്ന ദൈവങ്ങൾ ആണെന്ന് പറഞ്ഞ ആരാധന നടത്തുന്ന കക്ഷികൾ അവരുടെ വിഗ്രഹങ്ങളെ അങ്ങോട്ട് സഹായിക്കുന്ന ഈ വിഗ്രഹങ്ങളെ സൈന്യങ്ങളായി ഇവര് പ്രവർത്തിക്കുകയല്ലേ. ഇതൊരർത്ഥമാണ് മുസ്ലിമീങ്ങളെ. വേറൊരു തഫ്സീർ അതിന് പണ്ഡിതന്മാര് പറയുന്നത്, ഖിയാമത്ത് നാളിൽ അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ നരകത്തിൽ വന്ന് വീഴുമ്പോ അവരോട് കൂടെ അവര് പൂജിച്ച അവരുടെ ദൈവങ്ങളും വിഗ്രഹങ്ങളും അതും അതാ നരകത്തിൽ തന്നെ. ഇന്നക്കും വമാ തഅബുദൂൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും ഹസബു ജഹന്നം, ജഹന്നമിലെ വിറകുകളാണെന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ, അങ്ങനെയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സമാധാനിപ്പിക്കുന്നു. സൂറത്ത് യാസീൻ, അത് യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയുന്ന സൂറത്താണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുന്നു. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഓ നബിയേ, ആ എതിരാളികളുടെ, ശത്രുക്കളുടെ, വിമർശകരുടെ വാക്ക് കേട്ട് തങ്ങൾ ദുഃഖിക്കണ്ട. വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും, ചീത്ത പറയുന്ന ധാരാളം ആളുകളുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അങ്ങയുടെ പേരിൽ 100 കള്ളം വെച്ച് കെട്ടി പറയുന്നവരുണ്ടാകും. തങ്ങൾ പറഞ്ഞത് ഉരുട്ടി വരട്ടി അപ്പുറത്തുനിന്ന് ഒഴിവാക്കി ഇപ്പുറത്തുനിന്ന് ഒഴിവാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ടാകും. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ടാകും. തങ്ങൾ ഉദ്ദേശിക്കാത്ത വാക്ക് ആയി തങ്ങളുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ടാകും. തങ്ങളെപ്പറ്റി പാട്ടുകാരനാണെന്ന് പറയുന്നവരുണ്ടാകും. തങ്ങളെപ്പറ്റി ഭ്രാന്തനാണ്, മാനസിക രോഗിയാണെന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതിൽ തങ്ങൾ ദുഃഖിക്കേണ്ട നബിയെ. ഫലാ യഹ്സുൻക ഖൗലുഹും, എതിരാളികളെ വാക്ക് കേട്ട് തങ്ങൾ ദുഃഖിക്കേണ്ട നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ പ്രതിനിധികളായി അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ഇത് ബാധകമാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവർ രഹസ്യമാക്കി വെക്കുന്ന വിവരം നമുക്കറിയാം, അവർ പരസ്യമാക്കി വെക്കുന്ന വിവരവും നമുക്കറിയാം. അതെ, അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തെളിവ് മുഖേന സംസാരിച്ചാൽ ഞങ്ങൾക്കൊരിക്കലും നേരിടാൻ കഴിയില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് അവരുടെ മനസ്സിൽ അവർക്കറിയാം. പക്ഷേ പുറത്തവരെ അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെങ്ങനെ നബിയതാ പാട്ടുകാരനാണ്, അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് പറഞ്ഞ് അങ്ങയുടെ പേരിൽ ഒരുപാട് ആരോപണം പറഞ്ഞേക്കും. അത് അവർ രഹസ്യമായി അവരെ മനസ്സിൽ തന്നെയുണ്ട്. നബിയെ, തങ്ങൾ പറയുന്നത് സത്യമാണ്, തങ്ങളെ തെളിവ് കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് നബിയെ. അതുകൊണ്ട് അവരെ രഹസ്യം അല്ലാഹുവിനറിയാം, അവർ പരസ്യമായി നേരെ തിരിച്ചു പറയുന്നതും അല്ലാഹുവിനറിയാം. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഇതുപോലെ രഹസ്യമായി അവർ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹുവിനറിയാം, പരസ്യമായി അവർ ചെയ്യുന്ന തെറ്റുകളും അറിയാം. മനുഷ്യൻ ഏത് കാര്യം ചെയ്യുന്നുണ്ടോ അതെല്ലാം അല്ലാഹുവിനറിയാം. ആ റബ്ബ് അറിയുന്നുണ്ടെന്നത് അവരൊരിക്കലും തന്നെ മറന്നു പോകണ്ട. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൂറത്ത് യാസീൻ അതാ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെയും നമുക്ക് വേണ്ടി വിവരണം നൽകുന്നു. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. ഓ നബിയേ, അവിടുന്ന് മുഷിയണ്ട, അവരുടെ വാക്കുകൊണ്ട് തങ്ങൾ മുഷിയണ്ട. നല്ല കാര്യം പറയുന്നവർക്ക്, ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നവർക്ക്, ശരിയായ തത്വങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് കഠിനമായ വിമർശനങ്ങൾ ഉണ്ടാകും. ആണ് മഹാന്മാര് പറഞ്ഞത്, ദുല്ലിൽമി യഹ്മിലു കുല്ല ത്വഇനി ഫീഹി വലാ ലുത്ഇനി മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി വമുസ്മിറു ശജരി യുർമാ ബിൽ ഹിജാറതി ലാ യുർമാ സിവാഹു ഫയർമിയാനി അസ്സമരി. ഹൈസ്കൂളും വിട്ട് നടന്നു പോകുന്ന കുട്ടികൾ നല്ല ഉരുളൻ കല്ലെടുത്തിട്ട് എറിയുകയാണ്. എന്തിനാ എറിയുന്നത്? മാവിനാണ്, അതേ മാങ്ങാമരത്തിനാണ്. എന്തേ ആ മാങ്ങാമരം ചെയ്ത തെറ്റ്, മാവ് ചെയ്ത തെറ്റെന്താണ്? ഒന്നുമില്ല, അത് പഴുത്ത മാങ്ങ കൊടുത്തതാണ്. പഴുത്ത മാങ്ങ കൊടുത്തപ്പോൾ കുട്ടികൾ ഏറ് തുടങ്ങി. ഏറിങ്ങനെ കിട്ടുമ്പോൾ മാവ് ചെയ്യുന്നത് എന്താണ്? ഏറിന് പകരം അതാ കല്ല് പകരം കൊടുക്കുന്നില്ല, പകരം ആ മാവിങ്ങനെ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് മഹാന്മാരെ സ്വഭാവം, മഹാപണ്ഡിതന്മാരായ ആളുകളെ സ്വഭാവം. അവർക്കതാ വിമർശനത്തിന്റെ കൂരമ്പുകൾ, കല്ലേറുകൾ ലഭിക്കും. അപ്പോൾ അവരതിന് പകരം അതേ ശൈലിയിൽ തിരിച്ചടിക്കൂല, മറിച്ച് അവർ പിന്നെയും ഇൽമു ധാരാളം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഓ സുഹൃത്തുക്കളെ, എന്നാൽ അതാ പ്ലാവിന്റെ മേലെ നല്ല ചക്കയുണ്ടല്ലോ, ആ പ്ലാവിനാരും എറിയുന്നില്ലല്ലോ.
കാരണം എറിഞ്ഞാലും എറിഞ്ഞില്ലെങ്കിലും വീണ് കിട്ടാൻ വലിയ പണിയാണ്, വീണ് കിട്ടാൻ വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാവിന് ഏറ് കിട്ടൂല കേട്ടോ. മൂപ്പരിങ്ങനെ അവിടെ ഇരിക്കുമ്പോ ആരും എറിയുന്നില്ല. കാരണം മൂപ്പര് മാങ്ങ കൊടുക്കുന്നത് പോലെ ചക്ക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാവിനേറില്ല. എന്നാൽ അപ്പുറത്തുണ്ടല്ലോ വലിയ കാഞ്ഞിരത്തിന്റെ മരം, അതിനാരും എറിയുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എറിഞ്ഞാ കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയില്ലേ? ആ കാഞ്ഞിരത്തിനും ഏറ് കിട്ടൂല. പഴുത്ത മാങ്ങയുള്ള മാവിനല്ലേ ഏറ് മുഴുവനും. അപ്പോൾ പഴുത്ത മാങ്ങ ധാരാളം കൊടുക്കലല്ലേ അത്തരം മാവുകൾ. അത് തന്നെയാണ് റബ്ബിന്റെ ദീനിന്റെ അലിമീങ്ങളുടെ സ്വഭാവമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞില്ലേ? വേറെ ചില ആളുകളുണ്ട് ലോകത്ത്, അതും പണ്ഡിതന്മാര് പറഞ്ഞു. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഇന്നൽ ഖനാഫിസ ഇദ് മമസതുറു മാതതിലി ഖൈസുബിഹാ ദുതീബി ലം യഖുമി. അതേ ലന്നസുഹു യൻഫഉ സിൻദിറൻ ലിശഖവതിഹി ബൽകാന. അതേ, ഈ ലോകത്തുണ്ട് ചില ജീവികൾ, അതിൽപ്പെട്ടൊരു ജീവിയാണ് അതാ കട്ടകൾ, അതേ ഉണക്ക് പിട്ടകൾ ഉരുട്ടിക്കൊണ്ടു പോകുന്ന വണ്ടുകൾ. ആ ഉണക്ക് കട്ടകൾ പിട്ടകൾ ഉരുട്ടിക്കൊണ്ടു പോകുന്ന വണ്ടുകൾ. ആ വണ്ടിങ്ങനെ എപ്പോഴും ഈ ഉണക്ക് കാഷ്ടമിങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യന് തോന്നി, ഇതിനൊരു നല്ലത് മണക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ അല്ലാ, അതുകൊണ്ട് കുറച്ച് അത്തർ കൊണ്ടുപോയിട്ട് ഇതിനങ്ങ് മണപ്പിച്ചു കൊടുത്താൽ എന്താ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് മണക്കട്ടെ. അങ്ങനെ ആ വണ്ടിന് കൊണ്ടുപോയി വല്ലവരും അത്തർ മണപ്പിച്ചാൽ ആ വണ്ട് ചത്തുപോകും കേട്ടോ. കാരണം അതിന് സുഗന്ധമുള്ളത് തീരെ പിടിക്കൂല. അതിനെപ്പോഴും ആ നാറ്റമുള്ളതേ മൂക്കിന് പിടിക്കൂ. ഇങ്ങനെയും ചില കൂട്ടരുണ്ടെന്ന് റസാനത്ത് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, വേറെയും ചിലരുണ്ട്. അതെന്താണ്? റസാനത്ത് പറഞ്ഞു, കൊരങ്ങെന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്. ആ കൊരങ്ങിന്റെ സ്വഭാവം എന്താണ്? കൊരങ്ങൊരിക്കലും വേനൽക്കാലത്ത് വീടുണ്ടാക്കൂല. വേനൽക്കാലത്ത് വീടുണ്ടാക്കൂല. ഇങ്ങനെ കാണുന്ന എല്ലാ വികൃതിയും കളിച്ചിങ്ങനെ നടക്കും. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് ചെറിയ ചെറിയ പക്ഷികൾ വേനൽക്കാലത്ത് ഉണങ്ങിയ ചില്ലുകൾ കൊണ്ടുപോയി മരത്തിന്റെ മേലെ വീട് പണിയും. അങ്ങനെ മഴ ഇങ്ങ് പെയ്യുമ്പോ വീട്ടിന്റെ ഉള്ളിൽ കയറി, കൂട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ചെറിയ പക്ഷികൾ കൂട്ടിന്റെ ഉള്ളിൽ നനയാതെ ഇരിക്കുമ്പോ ഈ കൊരങ്ങിന് ദേഷ്യം പിടിക്കുകയാണ്. ഈ കൊരങ്ങൻ അസൂയ തോന്നുകയാണ്. ഈ പക്ഷികൾ നന്നായിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടിയിട്ട് സുരക്ഷിതരായി നനയാതെ കഴിയുന്നുണ്ടല്ലോ, ഇതെങ്ങനെയുണ്ട് പൊളിക്കാനെന്നാ പിന്നെ ഈ കൊരങ്ങന്റെ ചിന്ത. ആ കൊരങ്ങി പിന്നെ ചെയ്യുന്നത് എന്താണ്? മരത്തിന്റെ മേലെ കയറി ചെന്നിട്ട് ഈ കാണുന്ന ചെറിയ പക്ഷിയുടെ കൂടെങ്ങനെയുണ്ട് പൊളിച്ചെറിയാനെന്നാണ് പിന്നെ ഈ അസൂയക്കാരനായ കൊരങ്ങി ചിന്തിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയും ലോകത്ത് സ്വഭാവങ്ങളുണ്ടെന്ന് ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെയും മുതഅല്ലിമീങ്ങളുടെ മനസ്സിൽ വേണം, ദീനീ പ്രവർത്തനം നടത്തുന്നവരുടെ മനസ്സിൽ വേണം. അവിടെയൊന്നും പതറിപ്പോകാതെ അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മനുഷ്യരെ അടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവനാരോ അവനാണ് ആഖിറത്തിന്റെ പണ്ഡിതൻ കേട്ടോ. അവര് ദുന്യാവ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ദുന്യാവിന്റെ സ്ഥാനം അവർക്ക് പ്രശ്നമല്ല. ലന്നസുഹു യൻഫഉ സിൻദിറൻ ലിശഖവതിഹി ബൽ കാന യഖ്റുജു അൻ യുദീസ ബിൽ ലിബരി യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസഫാരിയതി ഇദാ ലഹു നസഹത് ഫി ബാബിൽ മതരി മൻ കാന ആദാതുഹും ഫസാദു സഅതുഹും ഖിത്റൻ യുസബ്ബു മുദാബൻ ഫീ സിമാഹിഹിം ഇന്നൽ ഖനാഫിസ ഇദ് മമസ്സതുറു മാതതിനി ഖൈസുബിഹാ ദുതീബി ലം യഖുമി. ഇതൊക്കെയും പണ്ഡിതന്മാര് പഠിപ്പിച്ച വിഷയങ്ങളാണ്. ഇരിക്കട്ടെ, അത് തന്നെയാ നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പണ്ഡിതന്മാർക്കും അവിടുന്നല്ലേ ഗുരുവര്യരായത്, അവിടുന്നല്ലേ മാതൃകയായത്. അല്ലാഹു തആല സമാധാനിപ്പിക്കുന്ന ഫലാ യഹ്സുൻക ഖൗലുഹും, എതിരാളികളെ വാക്ക് കേട്ട് തങ്ങൾ ദുഃഖിക്കണ്ട നബിയെ. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുലിനൂൻ, അവര് രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് നബിയേ. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. സുബ്ഹാനല്ലാഹ്. അതിലിടക്ക് സിറാജുൽ ഹുദ, ആ മഹത്തായ സ്ഥാപനം, അതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന CD ഉണ്ട്. 5 പൈസയും കൊടുക്കണ്ട, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വിതരണം ചെയ്യുമ്പോൾ നിങ്ങളത് വാങ്ങി സിറാജുൽ ഹുദയെ സംബന്ധിച്ചുള്ള ആ CD, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും ഇല്ലാതെ എല്ലാവരുടെയും ജുമുഅ ബാത്തിലായി കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനും അല്ലാഹുവിന്റെ 20 സിഫത്ത് പഠിക്കാതെ, ഒരൊറ്റ മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പഠിക്കാതെ, ഒരൊറ്റ മഹല്ലത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം റബീഉൽ അവ്വലിൽ അറിയാതെ, ഒരു ദിക്റും ഔറാദും സലാത്തിന്റെയും സദസ്സുകളില്ലാതെ 50ഓളം കൊല്ലം തുടർന്നു പോയപ്പോൾ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഉസ്താദുമാരുടെ സമ്മതത്തോടെ അവരുടെ പൊരുത്തം വാങ്ങി പോയി സ്ഥാപിച്ചതാണ് സിറാജുൽ ഹുദ. അതിന്റെ ഒന്നാമത്തെ പ്രവർത്തനം ഈ നാദാപുരത്ത് ഒരുപാട് കാലം ആത്മീയ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശൈഖ് മശായിഖിന കീഴ ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ അടുക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ലൂക്കരയിൽ ഓതിപ്പടിക്കുമ്പോൾ 1983 ഞാൻ അവിടെ പോയി 2 ദിവസം സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു. ഒരൊറ്റ പള്ളിയുമില്ലാത്ത ആ പ്രദേശങ്ങളിൽ പള്ളി നിർമ്മിക്കണമെന്ന് പറഞ്ഞു. സദസ്സിൽ നിന്നൊരാൾ പള്ളിക്ക് സ്ഥലം തന്നു. ആ പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട കീഴ ഉസ്താദ് വന്നു. അതുപോലെ കുന്നുമ്മൽ അഹമ്മദ് മുസ്ലിയാർ വന്നു. കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി വന്നു. കുഞ്ഞമ്മദ് ഹാജി മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. അഹമ്മദ് മുസ്ലിയാർക്കും അതുപോലെ കീഴ ഉസ്താദിനും അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അന്ന് ഞാൻ ആ മഹാന്മാരുള്ള സദസ്സിൽ പള്ളി തറക്കല്ലിടുന്ന ദിവസം പ്രസംഗിക്കുന്ന ചിത്രം മുതൽ കുറ്റ്യാടിയിൽ ഒരു ഓലഷെഡ് കെട്ടി ആദ്യമായി തുടങ്ങിയ മദ്രസ മുതൽ, ഓലഷെഡിൽ ദർസ് നടത്തുമ്പോൾ മഴ പെയ്തപ്പോൾ കിതാബും എടുത്ത് കുട്ടികളും ഞങ്ങളും ഓടുന്നത് മുതൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന ഈ CD സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ സൗജന്യമായി നൽകാനുള്ളതാണ്. നിങ്ങളത് പോയി ഒന്ന് കണ്ടു നോക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നല്ല കാര്യങ്ങൾക്ക് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സപ്തദിനം 2011 പുറത്തിറങ്ങിയ CD-കൾ: 1-ാം ദിവസം യാസീൻ മഹത്വങ്ങൾ പാഠങ്ങൾ, 2-ാം ദിവസം പ്രബോധകരും പ്രബോധിതരും, 3-ാം ദിവസം അക്രമങ്ങളും അന്ധവിശ്വാസങ്ങളും, 4-ാം ദിവസം ത്യാഗിയുടെ വിജയം അക്രമിയുടെ പരാജയം, 5-ാം ദിവസം അന്തിമയാത്രയും ദൃഷ്ടാന്തങ്ങളും, 6-ാം ദിവസം 7-ാം ദിവസം ഇൻഷാ അല്ലാഹ് പിന്നീട് ഇറങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ നന്ദിയില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നു. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ. അവനെ വെറും ഇന്ദ്രിയതുള്ളിയിലൂടെ നമ്മൾ സൃഷ്ടിച്ചില്ലേ. സുബ്ഹാനല്ലാഹ്, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ ചെറിയൊരംശം. ആ ചെറിയ അംശം മനുഷ്യന്റെ, അതേ ബാപ്പയുടെയും ഉമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും ചെറിയ ഒരംശം, ഇന്ദ്രിയതുള്ളിയിലെ കാണാൻ തന്നെ പ്രയാസമുള്ള ചെറിയൊരംശം, ബീജവും അണ്ഡവും സങ്കലനം നടത്തി അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയില്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ തണുപ്പായപ്പോൾ ചിലരുടെ കാലതാ പൊട്ടിക്കീറുന്നു. അപ്പൊ അവനിങ്ങനെ പറയാണ്, എന്റെ ഉമ്മാന്റെ കാലും ഇങ്ങനെ തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബാപ്പാന്റെ കാലും ഇങ്ങനെയായിരുന്നു.
ഈ കാല് തണുപ്പാകുമ്പോ പൊട്ടിക്കീറേണ്ട വിഷയം പോലും അള്ളാഹു വെച്ചത് എത്ര ചെറിയൊരംശത്തിലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനതുപോലെ ഒരുപാട് വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു അവനതാ ഈ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ഇത്രയും ആരോഗ്യവും ചിന്തയും ശക്തിയുമുള്ള മനുഷ്യനായി നിന്നെ ആക്കിയില്ലേ? എന്നിട്ടോ അതാ ചിന്തയില്ലാത്ത മനുഷ്യൻ ചോദ്യം ചെയ്യാണ്. അവനതാ ശക്തിയായ തർക്കക്കാരനായി, വാദക്കാരനായി, വിവാദം സൃഷ്ടിക്കുന്നവനായി, വാദങ്ങളുമായി വരികയാണവൻ. എന്താണവൻ പറയുന്നത്? വളറബലനാ മസലം വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവനതാ നമ്മക്ക് ഉപമയാക്കുന്നു നബിയെ. അവനെ പോലെ തന്നെ നമ്മളെ കണ്ടാ പറ്റുമോ? അവന്റെ ഒന്നിനും കഴിയാത്ത ദൈവങ്ങളെ പോലെ എന്നെ നമ്മളെ കണ്ടാ പറ്റുമോ? അവനതാ സൃഷ്ടികളെ പോലെ നമ്മളെ മനസ്സിലാക്കിയാ പറ്റുമോ? വളറബലനാ മസലാ, അവൻ നമ്മക്ക് ഉപമയാക്കുന്നു നബിയെ. സുബ്ഹാനല്ലാഹ്. കൈയില്ല ഞാൻ പിന്നെ പടച്ചോൻ എന്തിനോ പറ്റുമോ? കാലില്ല ഞാൻ പടച്ചോൻ എന്തിനോ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരില്ലേ? അള്ളാഹ്ക്ക് മസലുണ്ടാക്കിയാണ്. മനുഷ്യരെ പോലെയാണ് അള്ളാഹ് എന്നാണ് അവർ കരുതുന്നത്. ഇതുപോലെ ഒരു കൂട്ടര് പറഞ്ഞില്ലേ പടച്ചവന് മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരും ചോദിച്ചേ മക്കളില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ എന്നാണ്. ഇന്നലില്ല നസ്റാനികൾ പിഴച്ചതങ്ങനെയല്ലേ? യഹൂദികൾ പിഴച്ചതങ്ങനെയല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ പിഴച്ചതങ്ങനെയല്ലേ? പടച്ചവന് മക്കളില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ? കാരണം എല്ലാവരും കാണുന്നില്ലേ മക്കളില്ലാഞ്ഞിട്ട് ദ്വാരപ്പിക്കുന്നത്, മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയാക്കുന്നത്, മക്കളില്ലാഞ്ഞിട്ട് ചികിത്സ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ പോലെ കാണാൻ പറ്റുമോ മനുഷ്യ? അങ്ങനെ ഒരുപാട് ആൾ ഈമാൻ തെറ്റിപ്പോയി. ഇതുപോലെ അള്ളാഹ്ക്ക് കയ്യുണ്ട്, കാലുണ്ട്, അതുപോലെ അള്ളാഹുവിന് പല അവയവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു പലരും ഈമാന് തെറ്റിപ്പോയി. മുസ്ലിമീങ്ങളെ അല്ലാഹ് പറയുന്നു വളറബലനാ മസലൻ, നമ്മക്കവൻ ഉപമയാക്കിയിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി. നമ്മൾക്കതാ അവൻ ഉപമയാക്കിയിട്ട് അതേ എല്ലിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഉബയ്യ്. എന്താണ് അവൻ ചോദിച്ചത്? ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങുന്നതെങ്കിലും അത് എല്ലാ ആളുകൾക്കും ബാധകമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. എന്താണ് അവൻ ചെയ്തത്? കയ്യിൽ എല്ലിന്റെ കഷ്ണവും പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഈ എല്ല് ദ്രവിച്ചു പോയാൽ, നുരുമ്പിപ്പോയാൽ അതിനാർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? അവന്റെ വലിയ ചോദ്യമാണ്. ആർക്കാ ജീവിപ്പിക്കാൻ കഴിയുക? സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീനിലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന കക്ഷികൾ സത്യത്തിനെതിരായി അവരുടെ അസത്യം വരെ പോകൂലെന്ന് കണ്ടാൽ അവരെ ചോദ്യം വളരെ കടുപ്പത്തിലായിരിക്കും, വെല്ലുവിളി ഭയങ്കര കടുപ്പത്തിലായിരിക്കും. ആരാ നേരിടാനുള്ളത്, ആരാ നട്ടലുള്ളത് എന്നൊക്കെയാ ചോദിക്കുക. അത് മുമ്പേ പഴിച്ചുപോയവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. ആർക്കാണ് ഈ എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹ് മറുപടി പറയുന്നു, ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. എന്താണ് പടച്ചറപ്പിന്റെ മറുപടി? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഖുൽ, പറയൂ നബിയേ എന്നാണ് അല്ലാഹ് പറയുന്നത്. എന്തേ കാരണം? ആർക്കാണ് ഈ ദ്രവിച്ച എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയാന്ന് ചോദിച്ചാൽ ആ ചോദ്യം അള്ളാഹ്ക്കെതിരല്ലേ? അള്ളാന്റെ കഴിവിനെയല്ലേ ചോദ്യം ചെയ്തത്? അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്താൽ മറുപടി ആരാ പറയേണ്ടത്? മറുപടി ഹബീബാ പറയേണ്ടത്. അങ്ങനെയല്ലേ സ്നേഹിക്കുമ്പോഴങ്ങനല്ലേ? രാജാവായ അള്ളാന്റെ ഹബീബല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി ചോദ്യം ചെയ്തതിന് എന്റെ ഹബീബ് മറുപടി പറയണം. ഖുൽ, പറയൂ ഹബീബേ. നബി തങ്ങളോട് മറുപടി പറയാൻ ആവശ്യപ്പെടുകയാണ്. നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഏതെങ്കിലും ഒരു എതിരാളി വിമർശിച്ച് പറഞ്ഞാലോ അവിടെ ഖുൽ എന്ന വാചകം കാണൂല, അല്ലാഹ് തന്നെ അങ്ങ് ഡയറക്റ്റ് മറുപടി പറയല. കാരണം അങ്ങനല്ലേ ഹബീബാകുമ്പോ, ഹബീബായ നബിയെ വല്ലവനും വല്ലതും പറഞ്ഞാൽ അതിന്റെ മറുപടി രാജാവായ ഞാൻ പറയും, രാജാവായ എന്നെ സംബന്ധിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ മറുപടി നിങ്ങൾ പറയണം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ശൈലി, ഖുർആനിന്റെ ശൈലി. കണ്ടില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹാർ ഇന്ന സാനിയക ഹുവൽ അബ്തർ. ഞാനത് കഴിഞ്ഞ കൊല്ലം അതാ പാറക്കടവിൽ വെച്ച് 2 ദിവസം ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത്, ആ ഒരൊറ്റ സൂറത്തിലെ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ആയത്ത്, ഓ മുഅ്മിനീങ്ങളെ 2 ദിവസം റസൂലുള്ളാഹിന്റെ മദ്ഹായി നമ്മൾ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചപ്പോ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യവും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാറക്കടവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന പരിപാടി ഇവിടെ ബോർഡ് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതേ, അത് വടകരയിലെ 28-ാം തീയതിത്തെ പരിപാടിയാണെങ്കിൽ അങ്ങടെ അതാ മദ്ഹുർ റസൂൽ പരിപാടി, അവിടെ അതാ മാർച്ച് 3, 4 വ്യാഴം വെള്ളി തീയതികളിൽ പാറക്കടവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കൊണ്ടല്ലേ ഈ മാസം നിറക്കേണ്ടത്. അതേ, വടകരയിൽ മഹാനായ കാന്തപുരം ഉസ്താദ് വരുന്നു. മഹാനവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇടക്കത് സൂചിപ്പിച്ചുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ നബിയെ അങ്ങേക്ക് ധാരാളം ഖൈർ തന്നു നബിയെ. അതിനൊരുപാട് 20ഓളം വ്യാഖ്യാനം വന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനമാണ് അങ്ങേക്ക് ഓ നബിയെ ധാരാളം മക്കളെ തന്നു നബിയെ. എവിടെ ചെന്നാലും തങ്ങന്മാരില്ലേ, ധാരാളം മക്കളെ തന്നു നബിയെ. ഈ ആയത്തിറങ്ങാൻ എന്തേ കാരണം, ഈ സൂറത്തിറങ്ങാൻ എന്തേ കാരണം? അതെ, അതിന്റെ ഒരു കാരണം തന്നെ ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് ധാരാളം മക്കളെ തന്നു നബിയേ. അതിറങ്ങാൻ തന്നെ കാരണം അതിന്റെ അവസാനം നോക്കിയാൽ കാണാം, ഇന്ന സാനിയക ഹുവൽ അബ്തർ, തങ്ങളെ ആക്ഷേപിക്കുന്നവൻ പിൻഗാമിയില്ലാത്ത ലക്ഷണം കെട്ടവനാണ്. അല്ലാഹ് പറയാണ്, എന്തീ അങ്ങനെ പറയാൻ? ഒരു മനുഷ്യൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെയും വഫാത്തായി പോയപ്പോ മുഹമ്മദിന് പിൻഗാമികളില്ലെന്ന് പറഞ്ഞു, മുഹമ്മദിന് പിൻഗാമികളില്ലെന്ന് പറഞ്ഞു. അതിന് അല്ലാഹ് മറുപടി പറയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് ധാരാളം ഖൈർ നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട് നബിയെ. അൽ കൗസർ എന്ന വാക്കിന്റെ അർത്ഥം ധാരാളം ഖൈർ എന്നാണ്. അതിൽ പെട്ടതാ ഹൗദുൽ കൗസറും, അതിൽ പെട്ടതാ സ്വർഗത്തിലെ നദിയും, അതിൽ പെട്ടതാ ദീനിന്റെ ആലിമീങ്ങളും ഇമാമീങ്ങളും, അതിൽ പെട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളും. അതാണ് അല്ലാഹ് പറയുന്നത്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചവൻ അവനാണ് ലക്ഷണം കെട്ടവൻ നബിയേ, അവനാണ് പിൻഗാമിയില്ലാത്തവൻ നബിയേ. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഏത് നാട്ടിൽ ചെന്ന് നോക്കൂ, അവിടെ ഒക്കെ തങ്ങന്മാരില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളില്ലേ. ആ സന്താന പരമ്പരയെ കൊല്ലാൻ വന്ന യസീദിന്റെ മക്കൾ എവിടെ? റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തവന്റെ മക്കൾ എവിടെ? ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞാൽ അല്ലാഹ് മറുപടി പറയും. അത് തന്നെയാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന് മറുപടി പറഞ്ഞ റസൂലുള്ളാഹിനെ പറഞ്ഞപ്പോ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ അല്ലാഹ് മറുപടി പറയും. അതേ സമയത്ത് അല്ലാഹുവിനെ സംബന്ധിച്ച് വല്ലതും അതാ എതിരാളി പറഞ്ഞാൽ ഹബീബായ നബി മറുപടി പറയണം. അങ്ങനെയാണ് അല്ലാഹും റസൂലും തമ്മിലുള്ള ബന്ധം. അതാണ് ഇവിടെ പറഞ്ഞത്, ഖുൽ, പറയൂ നബിയേ, നമ്മളെ കൊണ്ട് എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയോന്നല്ലേ ആ വിവരമില്ലാത്തവന്റെ വെല്ലുവിളി. പറയൂ നബിയേ, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യമായി എല്ലിനെ
ഉണ്ടാക്കിയവനാരാണ്? മാംസവും സെല്ലും പടച്ചവനാരാണ്? രക്തവും നീരും പടച്ചവനാരാണ്? ആദ്യം അതിനെ പടച്ചവനാരാണ്? അവൻ തന്നെ അതിനെ അങ്ങ് ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവനെല്ലാ സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടിപ്പിനെ കുറിച്ചും അറിവുള്ളവനാണ് നബിയെ. ഇനി നിങ്ങൾക്കതിന് വേണോ? ഒന്നുകൂടി നിങ്ങളെ മനസ്സിലങ്ങിട്ട് തരട്ടെ. സംശയമാണോ നിങ്ങൾക്ക്? ഉണങ്ങിയ സാധനം എങ്ങനെ പച്ചയാകുമെന്നാണോ സംശയം? അതുപോലെ പലതും ചേർന്നത് എങ്ങനെയാ പിന്നീട് മറിഞ്ഞു വരുന്നതെന്നാണോ സംശയം? എന്നാൽ നീയൊന്ന് നോക്കൂ. വല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്മരി നാറൻ ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ. സുബ്ഹാനല്ലാഹ്. രാത്രി സമയത്ത് വീട്ടിന്റെ മേലെ കയറിയിട്ട് അതേ വയനാടൻ മലകൊള്ള നിങ്ങളൊന്ന് നോക്കൂ. അപ്പുറത്തതാ വാണിമേൽ, അതിന്റെ അപ്പുറത്ത് വെലങ്ങാട് മലയുടെ മേലെ നോക്കൂ. അവിടെ നിന്നതാ പലപ്പോഴും തീ കത്തുന്നത് കാണുന്നു. ആരാണോ അവിടെ തീ കത്തിച്ചത്? അതേ അല്ലാഹു തആല ചില പച്ച മരങ്ങളെ പടച്ചിട്ടുണ്ട്. ആ മരത്തിൽ പീഞ്ഞു നോക്കിയാൽ വെള്ളം കിട്ടും. അതേ സമയത്ത് അതേ മരത്തിൽ തന്നെ അല്ല തീയും വെച്ചിട്ടുണ്ട്. അത് ഉരസുമ്പോൾ കത്തുകയാണ്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ. പച്ചമരത്തിന്റെ ഉള്ളിൽ തീയിനെ വെച്ചവനല്ലേ അവൻ. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. അത്തരം മരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ തീ കത്തിക്കുകയല്ലേ? ഒരു ഭാഗത്ത് വെള്ളവും തീയും ഒരേ മരത്തിൽ അല്ല വെച്ചില്ലേ? അല്ലാഹുവിന്റെ അപാരമായ കഴിവ് ഇനിയും നീ ചിന്തിക്കുന്നില്ല മനുഷ്യ? അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്മരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഓ മുഅ്മിനീങ്ങളെ, തീരെ അതാ സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പെട്ടുപോയ ജനങ്ങൾ, ഉണങ്ങിയ നുരുമ്പിയ എല്ലുപോലെ മനസ്സിനൽപ്പവും സജീവമില്ലാതെയുള്ള ജനങ്ങൾ, അത്തരം ജനങ്ങൾക്കും ഖുർആൻ ഓതിക്കൊടുത്ത് ഹദീസുകൾ ഉദ്ധരിച്ചു കൊടുത്ത് ഇമാമിങ്ങളെ വാക്ക് പറഞ്ഞു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അതുപോലെ മഹാന്മാരും നടന്ന വഴികൾ മനസ്സിലാക്കി കൊടുത്ത് മുസ്ലിം പണ്ഡിതന്മാര് സംസാരിച്ചാൽ അവിടെ അതാ ആ മനുഷ്യന്റെ മനസ്സിന് ജീവൻ വെച്ച് അവൻ അല്ലാഹുവിന്റെ ശരിയായ ദീനിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് കയറി വരുന്നതും അതാ ഇതിന്റെ മറ്റൊരു ഉപമയല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നത്. ആയിരക്കണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന്, നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരല്ലേ? നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി അല്ലേ, ഖജാഞ്ചിയല്ലേ, പ്രവർത്തകരല്ലേ? അതെ, ഏത് ഉണങ്ങിയ ദുർദ്രവിച്ച എല്ലിനെയും ജീവിപ്പിക്കാൻ കഴിവുള്ളവരല്ലേ അല്ലാഹ്. അവന്റെ പരിശുദ്ധ ഖുർആൻ, അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, അവന്റെ ഇമാമിങ്ങൾ വിവരിച്ച വിവരങ്ങൾ അതങ്ങ് കിട്ടുമ്പോൾ എത്രയോ ജനങ്ങൾ സന്മാർഗത്തിലേക്ക് വരുന്നത് അനുഭവങ്ങളല്ലേ? അതുകൊണ്ട് തന്നെ ദീനിന്റെ പ്രചരണ രംഗത്ത് ഒരൽപ്പവും പിന്നോട്ട് പോകരുതേ ദീനിന്റെ പ്രവർത്തകന്മാരെ. നിങ്ങൾ കണ്ടില്ലേ, ഈ കുറ്റ്യാടിയിൽ മാത്രമല്ലല്ലോ ഫലം കിട്ടൽ, പല സ്ഥലത്തും റബ്ബ് ഫലം തന്നിട്ടില്ലേ, തരാറില്ലേ? ഇവിടെ നിന്ന് നിങ്ങളൊന്ന് ബസ്സിന് കയറിയിട്ട് കൈനാട്ടിയിൽ പോയി ഇറങ്ങി, അവിടുന്ന് നിങ്ങൾ മാഹിയിലേക്കൊന്ന് പോകാനിറങ്ങി, എന്നിട്ട് നിങ്ങൾ പുന്നോൽ എന്ന് പറയുന്ന പ്രദേശത്തൊന്ന് പോയി ഇറങ്ങൂ. അവിടെയുള്ള വയസ്സന്മാരെ വിളിച്ചൊന്ന് ചോദിക്കൂ. ഞാൻ മർക്കദാ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു വഅദ് പറയാൻ പോയി. അന്നത്തെ ദിവസം ജുമഅ ഖുതുബ അറബിയിൽ ഓതിയില്ലെങ്കിൽ ജുമഅ നിസ്കാരം ബാത്തിലാണ്. നിങ്ങളുടെ ജുമഅ ബാത്തിലാക്കിയാൽ നിങ്ങൾ പടച്ചവന്റെ അടുക്കൽ ജുമഅ ഇല്ലാതെ
എത്തുന്നവരാണ് എന്നതിന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തെളിവുദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ, ജുമുഅ ഖുത്ബ അറബിയിലല്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ് കേട്ടോ. എന്താ കാരണം? ലിഅന്നഹു ദിക്റുൽ മഫ്റൂദുൻ, അതൊരു ഫർളാക്കപ്പെട്ട ദിക്റാണ് ജുമുഅയുടെ ഖുത്ബ. കത്തശഹുദി വ തക്ബീറത്തുൽ ഇഹ്റാമി, അത്തഹിയാത്ത് ഫർളായ ദിക്റല്ലേ, തക്ബീറത്തുൽ ഇഹ്റാം ഫർളായ ദിക്റല്ലേ, അതുപോലെ ഫർളായ ഒരു ദിക്റാണ് ഖുത്ബ എന്ന് മാത്രമല്ല മഹാനവറുകൾ പറഞ്ഞു, മഅ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും ഉണ്ടല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രമാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം നിസ്കരിച്ചാലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആകുള്ളൂ. അതുകൊണ്ട് അറബിയല്ലാത്ത ഖുത്ബ നടക്കുന്ന സ്ഥലത്ത് പങ്കെടുത്തവന്റെ ജുമുഅ ബാത്തിലാണ് കേട്ടോ. ഏകദേശം ഈ സാധുവായ ഞാൻ ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വാചകങ്ങളും ബുഖാരിയിലെ ഹദീസും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഓതി പൊന്നൂരിൽ വെച്ചൊരു പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിൽ അതുവരെ കുറച്ചു കാലം അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടന്നിരുന്നു. ഒരാൾ എഴുന്നേറ്റിങ്ങ് തന്നു. അദ്ദേഹം അവിടുത്തെ അന്നത്തെ കാലത്ത് അവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ഇസ്മായിൽ ഹാജി, അതുപോലെ മറ്റൊരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, എഴുന്നേറ്റ് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, പുന്നോൽ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക. എല്ലാവരും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ പുന്നോൽ പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം അത് തുറന്ന് പറയണം. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഫലം ചെയ്യുമെന്നത് ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് തന്നെ ഇല്ലേ. അതുകൊണ്ട് തന്നെ അതാ ഈ ചോദിച്ച ചോദ്യക്കാരന്റെ ചോദ്യം, ദ്രവിച്ച എല്ലുണ്ടോ ജീവിക്കുന്നു എന്ന ചോദ്യം, അള്ളാന്റെ റഹ്മത്തിൽ നാശമുറിയരുത് കേട്ടോ. എപ്പോഴും നമ്മളോട് കൽപ്പിച്ചത് ചെയ്തേക്കണം. അത് നമ്മളെ കർത്തവ്യമാണ്. അബലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അല്ലാഹ് ചോദിക്കുന്നു, ആകാശങ്ങളെ പടച്ച റബ്ബ്, ഭൂമികളെ പടച്ച റബ്ബ്, അവന് ഒരു മനുഷ്യനെ അതാ ജല്ലിനെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവനതാ ഉദ്ദേശിക്കുന്നതൊക്കെ വളരെ കൃത്യമായി നല്ല നിലക്ക് പടക്കുന്നവനും അറിവുള്ളവനുമാണ് കേട്ടോ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവന്റെ കാര്യം എന്താണെന്നറിയോ? അവന്റെ കൽപ്പന എന്താണെന്നറിയോ? അവന്റെ ഓർഡർ എന്താണെന്നറിയോ? ഇദാ അറാദ ശൈഅൻ, അല്ലാഹു ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു, അല്ലാഹു അങ്ങ് അതാ ഓർഡറാക്കലാണ്, അവൻ ഉത്തരവ് നൽകലാണ്. കുൻ, ഉണ്ടാകണമെന്ന് ഉത്തരവ് നൽകലാണ്. ഫയകൂൻ, അപ്പോഴങ്ങ് ഉണ്ടാകലാണ്. ഒരാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം ഉണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ എത്ര എതിരാളിയായി വന്നവനാണെങ്കിലും ശരി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? വിശ്വസിച്ച പെങ്ങളെയും ഭർത്താവിനെയും ആക്രമിക്കാനല്ലേ വന്നത്. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടി നേതാവായില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ.
ഓ മുസ്ലിമീങ്ങളെ, എല്ലാം റബ്ബിന്റെ അധികാരത്തിലല്ലേ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഒരുത്തന്റെ പരിശുദ്ധത നമ്മൾ വാഴ്ത്തുന്നു. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വിഷയത്തിന്റെ സർവ്വ അധികാരവും അവന്റെ വശമാണ് കേട്ടോ. വൈലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങളൊക്കെയും മടക്കപ്പെടുന്നവരാണ് കേട്ടോ. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനൊരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനതാ ഹിദായത്ത് ലഭിക്കുന്നു. അവൻ അല്ലാഹു തആല ഒരാൾക്ക് പണം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന് പണം ലഭിക്കുന്നു. ഒരു മനുഷ്യന് ആരോഗ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനത് ആരോഗ്യം ലഭിക്കുന്നു. അങ്ങനെ ഏത് വിഷയമുണ്ടോ മുഴുവനും കൊടുക്കുന്ന രാജാവ് അത് അല്ലാഹയാണ് കേട്ടോ. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ രാജാവ് കൊടുക്കുന്നതൊക്കെയും ലോകത്തേക്ക് എത്തിക്കാൻ, ലോകത്ത് വിതരണം ചെയ്യാൻ ഒരു നേതാവുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ, അതേ അല്ലാഹനെ പരിചയപ്പെടുത്തിയത് റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും അധിപൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ് അല്ലാഹ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തിലും അനുഗ്രഹം ചെയ്യുന്ന വ്യക്തി. എന്തേ കാരണം? കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ. ആ രാജാവ് ആലമീങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും സർവ സൃഷ്ടികൾക്കും കൊടുക്കുന്ന രാജാവ് ഒന്ന്. ആ കൊടുക്കുന്ന രാജാവ് മുഴുവനും കൊടുക്കാൻ നിമിത്തമായി, കാരണമായി, മധ്യവർത്തിയായി നിശ്ചയിച്ചൊരു നേതാവ്, അതാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അത് തന്നെയായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേ ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. ഏത് നന്മ മലക്കുകൾക്കോ മനുഷ്യർക്കോ ദുനിയാവിലോ ദീനിലോ എവിടെ എന്ത് കിട്ടുന്നുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. അവിടുത്തെ നിമിത്തം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാറ്റിനും നിമിത്തമാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം തന്നെ പറഞ്ഞത്. ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുതി. കൊടുക്കുന്ന രാജാവാണ് അല്ലാഹ്, വിതരണം ചെയ്യുന്ന നേതാവാണ് ഞാൻ. അങ്ങനെ വിതരണം ചെയ്യണമെങ്കിൽ അതേ റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലേ മുഴുവൻ അധികാരവും. അങ്ങനെ ലോകത്തിന്റെ സ്റ്റോറുകളെ താക്കോല് നബി തങ്ങൾക്ക് കിട്ടണ്ടേ? കിട്ടിയിട്ടുണ്ടെന്നല്ലേ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. ഉതീതു മഫാത്തിഹ ഖസാഇനിൽ അർളി. ഭൂമിയുടെ സ്റ്റോറുകളെ മുഴുവൻ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സർവ നന്മയുടെ താക്കോലും നൽകപ്പെട്ടൊരു നേതാവ്. ആ നേതാവ് മുഖേനയല്ലാതെ ലോകത്താർക്കും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാ സുഹൃത്തുക്കളെ ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വ ദറതഹാ
ومن علومك علم اللوح والقلم എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് പിന്നീട് അവിടുന്ന് വിതരണം ചെയ്യുന്നത് ലഭിച്ച മഹാന്മാരായ അമ്പിയാക്കളുണ്ട്. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. അമ്പിയാക്കൾക്കുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കിട്ടിയത് തന്നെ. ഇങ്ങനെ ലോകത്ത് ഏത് ഔലിയാക്കളുണ്ടോ അവർക്ക് കിട്ടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തന്നെ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആർക്കെന്തുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിൻ കീഴിൽ അവന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മലക്കുകൾ തുടങ്ങി മഹാത്മാക്കൾക്കുള്ളതൊക്കെയും റബ്ബിന്റെ അധികാരത്തിലാണ്, അല്ലാതെ ഒന്നുമില്ല. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾക്ക് ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞു, മുൻകാല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു വിവരമുണ്ട്. എന്താണത്? ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതപ്പോൾ ഞാൻ അതാ ഉദ്ദേശിക്കുമ്പോഴുണ്ടാകുമെന്നല്ല പറഞ്ഞു. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഓ എന്റെ അടിമയായ മനുഷ്യ, നീ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കൂ. പൂർണ്ണമായി നീ എനിക്ക് വഴിപ്പെട്ട് ജീവിച്ചാൽ നിന്നെ ഞാനങ്ങാക്കി തരും. നീ ഒരു വസ്തുവിനോട് വേണമെന്ന് പറഞ്ഞാൽ അതങ്ങുണ്ടാകും. അങ്ങനത്തെ ഒരു മർത്തബ നിനക്ക് ഞാൻ തരുമെന്ന് അല്ലാഹ് മുൻകാലത്തുള്ള ഇറങ്ങിയ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് 4 കിതാബുകളും അറിയുന്ന മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് അവിടുത്തെ സ്വന്തം കിതാബായ ഫുതൂഹുൽ ഗൈബിൽ കാണാം. അത് തന്നെയാ മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞത്. എന്നോട് ഏകല്ലുടയവൻ തന്റേകൽ ആകുന്നേ ഞാൻ ചൊല്ലിൽ ആകുമ്മതെന്നോവർ. ഓ മുഅ്മിനീങ്ങളെ, അത്തരത്തിലുള്ള മർത്തബകളൊക്കെ അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള അധികാരവും അല്ലാഹുവിനുണ്ട്. അതൊന്നും കൊടുക്കാൻ അല്ലാഹുക്ക് പറ്റൂല. പടച്ചവൻ അതിന് മാത്രം അധികാരമില്ല എന്ന് പറയുന്നവൻ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവനാണ് കേട്ടോ. അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവനാണ്. അല്ലാഹുക്ക് ഡയറക്റ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നല്ലാതെ അവന്റെ മഹാന്മാര് മുഖേന ഒന്നും ചെയ്യാൻ അല്ലാഹുക്ക് കഴിയൂല എന്ന് പറയുന്നവൻ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവനാണ്. അവന്റെ വിശ്വാസത്തിൽ പെട്ടുപോകുന്നവർ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം വളരെ വലിയ പരാജയത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കണം. ചെറുപ്പക്കാരെ, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ അങ്ങനെയല്ലേ അവരെ ജീവിതം നയിച്ചത്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിക്കൊന്ന് സലാം പറയണമെന്ന് മനസ്സിലാക്കി. അതേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അതേ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ തങ്ങളുടെ മകൻ ഖാസിം ഇബ്നു മുഹമ്മദ് തങ്ങളൊന്ന് ചെന്നപ്പോ, അതേ പോയിട്ട് എനിക്ക് എന്റെ എളാമക്കൊന്ന് സലാം പറയണമെന്ന നിലയ്ക്ക് ചെന്ന് നോക്കുമ്പോ, രാവിലെ ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുഹാ നിസ്കാരത്തിലാണ്. ഉമ്മമാരെ, ഫർദും സുന്നത്തും ഒക്കെ നിസ്കരിക്കാൻ ശ്രമിക്കണം. ആയിഷ ബീവി നീണ്ട ദുഹാ നിസ്കാരത്തിലാണ്. ഓതുകയാണ്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹ് നമ്മളെ മേൽ അനുഗ്രഹം ചെയ്തു. അല്ലാഹ് നമ്മളെ സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തി, സത്യത്തിന്റെ വക്താക്കളാക്കി. വവഖാനാ അദാബസ് സമൂം, ഭയാനകമായ ശിക്ഷ അല്ലാഹ് നമുക്ക് കാത്തല്ലോ എന്ന് മഹാന്മാര് പറയുന്ന വാചകം, പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിൽ പറഞ്ഞ വാചകം മഹദിയായ ആയിഷ ബീവി ഓതുമ്പോഴാ ചെന്നത്. ആയത്തും ഓതിയിട്ട് നിസ്കാരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയിട്ട് കരയുന്നു. നിസ്കാരം വീട്ടുന്നാണേ ഉമ്മമാരെ, മഹദി ഇങ്ങനെ കരയുന്നു.
ഖാസിം ഇബ്നു മുഹമ്മദ് തങ്ങൾ പറഞ്ഞു, കുറെ ഞാൻ അവിടെ നിന്നു. ഉമ്മ ഉറക്കതാ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നില്ല. ആയത്തിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ഓതിയിട്ട് കരയുന്നു. ഞാൻ മനസ്സിലാക്കി അങ്ങാടിയിൽ പോയി വരാമെന്ന്. അങ്ങാടിയിലേക്ക് പോയി ഞാൻ തിരിച്ചു വന്നു. എന്റെ പണിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ ഫറഗ്തു മിൻ ഹാജതി ثم رجعت وهي كما هي تردد الآية وتبكي وتدعو. ഞാൻ പോയേണ്ട സ്ഥലത്തൊക്കെ പോയി എന്റെ പണിയും കഴിച്ച് വന്നിട്ടും ആയിഷ ബീവി നിസ്കാരത്തിലെ ആയത്ത് ആവർത്തിച്ചോതുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സബൂബ്. അല്ലാഹ് നമുക്ക് വലിയ അനുഗ്രഹം തന്നല്ലോ, സത്യത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയല്ലോ, വലിയ ശിക്ഷ അല്ലാഹ് കാത്തല്ലോ. ആർത്തം വരുന്ന ആയത്ത് ആവർത്തിച്ചോതി മഹദി പിന്നെയും പിന്നെയും റബ്ബിന്റെ നിഅമത്ത് ഓർമ്മിച്ച് കരയുന്നു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ ഏറ്റവും വലുതാണ് കേട്ടോ. അത് നശിച്ചു പോകുന്ന ഒരു പരിപാടിയിലേക്കും അതിന് കേടുവരുന്ന ഒരു വിഷയത്തിലേക്കും നമ്മൾ പോകരുത് കേട്ടോ. എന്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നമ്മളെ സ്വഭാവങ്ങളൊക്കെയും അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു മടക്കമുണ്ടെന്ന ബോധത്തോടെ ആകണം. സ്വന്തം ഭാര്യമാരെ അടിച്ച് ആക്രമിച്ച് വേദനിപ്പിക്കുന്നവരില്ലേ, സുബ്ഹാനല്ലാഹ്, ചീത്ത പറയുന്നവരില്ലേ, ബാപ്പാനെയും ഉമ്മാനെയും പറയുന്നവരില്ലേ. ആ പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു നൃത്തമില്ലേ? ഇതുപോലെ സ്വന്തം ക്ക് കഴിവില്ലെങ്കിലും അവരെ ശല്യപ്പെടുത്തുന്ന ചില ഭാര്യമാരില്ലേ? നമുക്ക് റബ്ബിന്റെ മുമ്പിൽ നൃത്തമില്ലേ? ഏത് വിഷയവും നമ്മൾ ചിന്തിച്ചേ പ്രവർത്തിക്കാവൂ, ചിന്തിച്ചേ സംസാരിക്കാവൂ, ചിന്തിച്ചേ ഏത് കാര്യത്തിലും നീങ്ങാവൂ.